ഉരുൾപൊട്ടൽ മിക്കവാറും രാത്രിയായിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈ ഡാമേജ് കൂടുതൽ കൂടുന്നത്. പശ്ചിമഘട്ടത്തിലെ ചരിവ് 20 ഡിഗ്രിക്ക് മുകളിലും ഒരു ദിവസം കിട്ടുന്ന മഴ ഒരു 12 സെൻറ്റിമീറ്റർ 120 മില്ലിമീറ്ററിന് മുകളിലുമാണെങ്കിൽ ഈ ചരിവ് കൂടിയ പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള സാധ്യത അതാണ് കണക്ക് കൂടുതലാണ്. അതൊരു തമ്പ് റൂളാണ്. 120 മില്ലിമീറ്റർ മഴ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വൾണറബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ മാറി താമസിക്കണോ? എന്താ ഇതിൻ്റെ സൊല്യൂഷൻ? അല്ല, അവിടെയാണ് നമ്മൾ ലോക്കൽ നോളജൂടെ അതിനോട് ബ്ലെൻഡ് ചെയ്യേണ്ടത്. കേരളത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ മൺസൂൺ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ജോൺസൺ മാഷും കട്ടൻ ചായ എന്നൊക്കെ പറയുന്ന പോലെ മഴയെ ആസ്വദിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴെന്താണ്? മഴയെന്ന് പറഞ്ഞ ആൾക്കാർക്ക് പേടിയായിട്ട് മാറിയ ഒരു 50 സെൻറ്റിമീറ്ററിനും 80 സെൻറ്റിമീറ്ററിനും ഇടയ്ക്ക് പല മേഖലയിലും കടൽ പൊങ്ങുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്തോനേഷ്യ ജക്കാർത്തയിൽ നിന്ന് ബോർണിയയിലേക്ക് തലസ്ഥാനം മാറ്റി. അപ്പോൾ ഇതൊരു ലാൻഡ് സ്ലൈഡ് പ്ലസ് ഒരു ഫ്ലാഷ് ഫ്ലഡ് ഒരു പ്രശ്നമായിരുന്നു വരാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എല്ലാ പ്രദേശങ്ങൾക്കും ഇതുപോലത്തെ നമ്മൾ ലാൻഡ് സ്ലൈഡ് മാത്രം കണ്ടാൽ പോരാ, അതിന് താഴെയുള്ള ഡൗൺ സ്ട്രീമിലുള്ള ആൾക്കാരെയും കൂടെ നമ്മൾ മുന്നിൽ കാണണമെന്നുള്ളതാണ്. കുട്ടനാടിൽ ബിലോ ഫാമിംഗ് കൃഷി ഒരു അഡാപ്റ്റീവായിട്ടുള്ളെങ്കിൽ അല്ലെങ്കിൽ ഒരു നമ്മൾ ലോക്കലി കൊണ്ടുവന്ന ഒരു സിസ്റ്റമാണ്. അത് നെതർലൻഡ്സിൽ അത് കണ്ടല്ല, നമ്മുടെ ലോക്കലി ഉള്ള ആൾക്കാർ അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്ത സിസ്റ്റമാണ്. 2040 കൊച്ചിയിൽ കടൽ കയറുന്ന റിസർച്ച് ഉണ്ട്. അത് ഉള്ള റിസർച്ചാണ്. അത്രയും നമ്മൾ ഒരു എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. വയനാട്ടുകാർ ഇനി എന്താ ചെയ്യേണ്ടത് സാറിൻ്റെ അഭിപ്രായത്തിൽ? ഗ്ലോബൽ വാർമിംഗ്, ക്ലൈമറ്റ് ചേഞ്ച് എന്നൊക്കെ നമ്മൾ ഇതിനു മുമ്പേ പറയാറേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മുടെ വീട്ടുപടിക്കൽ മുറ്റത്തെത്തി. വെള്ളപ്പൊക്കമായിട്ടും വെള്ളക്കെട്ടായിട്ടും ഉരുൾപൊട്ടലായിട്ടും മേഘവിസ്ഫോടനമായിട്ടും. ഇപ്പോൾ കാലാവസ്ഥയുടെ അവസ്ഥ അറിഞ്ഞ് നമ്മൾ ഡെയിലി നമ്മുടെ പരിപാടികൾ പ്ലാൻ ചെയ്യേണ്ട, ജീവിക്കേണ്ട അവസ്ഥയായെന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരു കാലാവസ്ഥ പഠിച്ചിട്ടുള്ള ഒരു കാലാവസ്ഥ ശാസ്ത്രജ്ഞനാണ് നമ്മുടെ സ്റ്റുഡിയോയിലിരിക്കുന്നത്. വെൽക്കം ടു ക്ലബ് FM. നൈസ് ടു മീറ്റ് യു. ഡോക്ടർ അഭിലാഷ് സാർ, അറ്റ്മോസ്ഫെറിക് സയൻറ്റിസ്റ്റാണ് കുസാറ്റിൽ. വെൽക്കം ടു ക്ലബ് FM സാർ. താങ്ക് യു. എന്താണ് കാലാവസ്ഥയിൽ സാറിന് എങ്ങനെയാണ് ഇത്ര ഇൻട്രസ്റ്റ് വന്നത്? ഇല്ല, കാലാവസ്ഥയിൽ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ. പൊതുവെ പഠിക്കാം എന്ന് സാർ എപ്പോഴാണ് തീരുമാനിച്ചത്? പഠിക്കാം. ഈ ഒരു 25 വർഷത്തിന് മുമ്പ് കാലാവസ്ഥാ ശാസ്ത്രമൊന്നും ഇത്രയൊന്നും പോപ്പുലർ അല്ലായിരുന്നു, അറിയത്തുപോലും ഇല്ല. ഇപ്പം ജനങ്ങളുടെ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കാലാവസ്ഥാ മാറ്റത്തെ പറ്റിയൊന്നും അറിയുന്ന ഒരു സമയത്തല്ല നമ്മളൊക്കെ തുടങ്ങിയത്. അപ്പം ഇത് ശാസ്ത്രത്തിൻ്റെ യഥാർത്ഥ ഇത് അറിയാതെ തന്നെ വന്ന് ജോയിൻ ചെയ്തതാണ്. പഠിച്ച് നമ്മളതൊരു പാഷനാക്കി മാറ്റിയതാണ്. ഓക്കെ സാർ, അറ്റ്മോസ്ഫെറിക് സയൻസിലാണ് കുസാറ്റിൽ. അപ്പം കുസാറ്റിലെ അറ്റ്മോസ്ഫെറിക്സ് ഡിപ്പാർട്ട്മെന്റ്, ഈ സയൻസ് ഡിപ്പാർട്ട്മെന്റ് എത്ര വലുതാണ്? ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന, ഇന്ത്യയിലെ തന്നെ ഏകദേശം നമുക്ക് ഒരു ഗ്ലോബൽ വിസിബിലിറ്റി തന്നെ ഉണ്ട്. ഇപ്പം കുസാറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റ്മോസ്ഫിയർ സയൻസ് 1996 ഒരു ഇൻഡിപെൻഡൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് തുടങ്ങിയത്. അതിനു മുമ്പ് തന്നെ അതൊരു ലാർജ് ഒരു ഓഷ്യനോഗ്രഫിയും കൂടെ ചേർന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു. പക്ഷേ ഒരു 10-30 വർഷത്തെ ലെഗസി ഉണ്ട്. അപ്പം ഞങ്ങളുടെ അലൂമിനീസ് ആണ് ഇന്ന് ലോകത്തെ അറിയപ്പെടുന്ന കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ. ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന എല്ലാ കാലാവസ്ഥാ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും തലപ്പത്തൊക്കെ ഇപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. അത്തരത്തിൽ ഇന്ത്യയിലും ലോകത്തും അറിയപ്പെടുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മുടേത്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ 2016 യൂണിവേഴ്സിറ്റി ഒരു 25 കോടി DSTയുടെ സപ്പോർട്ട് കൂടി ഒരു ST റഡാർ സ്ഥാപിച്ചു. അപ്പോൾ അത് ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളിൽ ആദ്യമായിട്ട് സ്ഥാപിക്കുന്ന ഒരു റഡാർ സിസ്റ്റമാണ്. പൊതുവെ IMD അതുപോലുള്ള DRDO, ISRO സെൻറ്ററുകളാണ് റഡാറുകളൊക്കെ കൂടുതൽ സ്ഥാപിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു യൂണിവേഴ്സിറ്റി തലത്തിൽ സ്ഥാപിക്കുന്ന ഒരു റഡാറാണ്. അപ്പോൾ അത് കാരണം നമുക്ക് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒബ്സർവേഷൻസ്, അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് ഉള്ള ഒബ്സർവേഷൻസ് എടുക്കാൻ പറ്റും. അപ്പോൾ അത് കൂടുതലും മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും പ്രയോജനകരമാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ കൊളാബറേഷൻസ് കൊണ്ടുവരാൻ പറ്റി. അത് ഇന്ത്യയിൽ തന്നെയല്ല, ഇന്ത്യയിലെ ഏകദേശം നമുക്ക് ഇന്ത്യയിൽ തന്നെ ഒരു 10-40 ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമായിട്ട് ഇപ്പം നമ്മൾ ഡയറക്ട പങ്കിട്ട് കൊളാബറേഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ ഫോറിൻ കൊളാബറേഷനും നമുക്ക് കൂടുതലുണ്ട്. ഈവൻ ESA എന്ന് പറഞ്ഞ യൂറോപ്യൻ സ്പേസ് ഏജൻസി, നാസ, ISRO, DRDO അതുപോലുള്ള IITM എന്നൊക്കെ പറഞ്ഞുള്ള ഇന്ത്യൻ സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വളരെ കൊളാബറേറ്റ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു നല്ല വിസിബിലിറ്റി ഉണ്ട്. ഇപ്പം ഒരു കാലാവസ്ഥാ ശാസ്ത്രജ്ഞൻ്റെ ഒരു ദിവസത്തെ പരിപാടികൾ എന്തായിരിക്കും എന്ന് വെച്ചാൽ സാർ എന്ത് പറയും? രാവിലെ എണീറ്റ് നമ്മൾ എന്താ ചെയ്യുക?
ചെയ്യുക? രാവിലെ എന്നെ സംബന്ധിച്ച് ഞാൻ എന്നിട്ട് ആദ്യം നോക്കുന്ന ഈ സാറ്റലൈറ്റ് മാപ്പൊക്കെ നോക്കും. ഓക്കെ. ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ സ്ഥലത്ത് മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടോ എന്ന് നമ്മളൊന്ന് ഓക്കെ. മനസ്സിലാക്കും. പിന്നീട് നമ്മൾ മോഡൽ ഫോർകാസ്റ്റുകൾ നോക്കും. ഇന്നും നാളെയൊക്കെ ആയിട്ട് എന്തെങ്കിലും മഴ സാധ്യതകൾ, എവിടെയെങ്കിലും അതിതീവ്ര മഴ സാധ്യതകളുണ്ടോ, പിന്നെ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിനെ അഫക്റ്റ് ചെയ്യുന്ന തരത്തിൽ എന്തെങ്കിലും മഴ സാധ്യതയുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടാണ് എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ രാവിലെ എണ്ണിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നോക്കുന്നത് സാറ്റലൈറ്റ് ഇമേജ് ആയിരിക്കും. ആണല്ലേ? ഈ ഇമേജ് എവിടുന്നാ വന്നിട്ടുണ്ടാവുക? അത് ISROയുടെ ഈ കൽപ്പന സാറ്റലൈറ്റ്, ഇൻസാറ്റ് സാറ്റലൈറ്റിൽ നിന്നുള്ള ഇമേജുകൾ നമുക്ക് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അത് കോമൺ ആർക്ക് വേണേലും ആക്സസ് ചെയ്യാം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് അവരുടെ സൈറ്റ് മൗസം എന്ന് പറയുന്ന മൗസം ഇന്ത്യൻ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മൗസം സൈറ്റിലാണ് അത് പബ്ലിക്കിനായിട്ട് കൊടുക്കുന്നത്. പിന്നെ പബ്ലിക്കിനല്ലാത്ത കുറേ പ്രോഡക്ട്സും ഉണ്ട്, റിസർച്ച് ആയിട്ടുള്ള പ്രോഡക്ട്സ്, അതും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഒരു ദിവസം തുടങ്ങുന്നത്. റഡാർ ഇമേജും സാറ്റലൈറ്റ് ഇമേജും മോഡൽ ഫോർകാസ്റ്റും ഒക്കെ നോക്കിയിട്ടാണ് ഒരു ദിവസം. ഇതുപോലെ സാറ് നോക്കുന്ന പോലെ ഇപ്പൊ എല്ലാവരും നോക്കേണ്ട ഒരു കാലമായോ? കാലാവസ്ഥയുടെ അവസ്ഥ അറിഞ്ഞ് നമ്മൾ പരിപാടികൾ പ്ലാൻ ചെയ്യണം. തീർച്ചയായിട്ടും. കാരണം ഒരു അതിതീവ്രമായിട്ടുള്ള കാലാവസ്ഥാ സംഭവങ്ങൾ കേരളത്തിൽ കണ്ടു തുടങ്ങിയതിന് ശേഷം, പ്രത്യേകിച്ച് ഒരു 2018 ശേഷം എല്ലാവരും പൊതുവെ ഒരു ദിവസമേലും ഉപയോഗിക്കുന്ന ഒരു വേർഡായിരിക്കും കാലാവസ്ഥ, അല്ലെങ്കിൽ കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻ നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അത് കൂടുതലും ജനങ്ങൾ അതുമായിട്ട് കൂടുതൽ പൊരുത്തപ്പെടുന്നു, കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ കുറേയധികം ആപ്പുകളും ഒക്കെ വന്നതുകൊണ്ട് ഈ കോമൺ ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ ഈ വിൻഡി, എർത്ത് സ്കൂൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആക്സസിബിളായിട്ടും വിഷ്വലൈസ് നല്ലപോലെ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആപ്സ് ഉണ്ട്. അപ്പോൾ ആർക്ക് വേണേലും അത് ആക്സസ് ചെയ്യാം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഫേസ്ബുക്കിലൊക്കെ അത് അതിൻ്റെ പോസ്റ്റ് ഇടുന്നത് തന്നെ കാലാവസ്ഥാ ശാസ്ത്രം പഠിച്ചവരല്ല. അപ്പം ജനങ്ങൾ തന്നെ അവർ തന്നെ സ്വയം ഒരു എന്താ പറയുക, ഒരു അപ്ഡേറ്റഡ് ആകുന്നതോടൊപ്പം തന്നെ മാറുന്ന കാലാവസ്ഥയെപ്പറ്റി ജനങ്ങൾക്കൊരു ബോധം ഉണ്ടായി എന്നുള്ളതാണ് അതിലേറ്റവും എടുത്തു പറയേണ്ടത്. അതോടൊപ്പം തന്നെ ചില ആൾക്കാരൊക്കെ ഒരു പലപ്പോഴും പ്രവചിക്കുന്ന തലത്തിലേക്ക് വരെയൊക്കെ ആൾക്കാർ വളർന്നിട്ടുണ്ട്. അപ്പോൾ അതാ ഓപ്പൺ ഡേറ്റയിൽ നമുക്ക് അവൈലബിൾ ആയതുകൊണ്ടുള്ള ഒരു ഇതാണ്. അതുകൊണ്ട് നമ്മുടെ സബ്ജക്റ്റ് കൂടുതൽ പോപ്പുലറൈസ് ആയി. കാലാവസ്ഥയ്ക്ക് എന്താ പറ്റിയ എന്താ കാലാവസ്ഥയുടെ അവസ്ഥ? അല്ല, കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാലാവസ്ഥാ വ്യതിയാനം അത് ഒരു 3-4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ള, അതായത് ശാസ്ത്ര സമൂഹം കാലാവസ്ഥാ വ്യതിയാനത്തെ പറ്റി അവെയറായിരുന്നു. അതുകൊണ്ടാണ് 1987 ഇന്ത്യൻ ഗവൺമെൻറ് പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു വലിയ സ്ഥാപനം തന്നെ തുടങ്ങി. ഇതിനെ എങ്ങനെയൊക്കെ പ്രതിരോധിക്കാം ഭാവിയിൽ എന്നുള്ള, അതിനാണ് അവർ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഈ കോപ്പ് എന്ന് പറയുന്ന കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്ന് പറയുന്ന പ്രോഗ്രാംസ് തുടങ്ങുന്നു. ഓരോരോ ഈ അസസ്മെന്റ് റിപ്പോർട്ടുകൾ വരുന്നു. അപ്പോൾ 1990 തൊട്ടേ പറയുന്നുണ്ട് നമ്മൾ ഒരു 30 വർഷത്തിന് ശേഷം ലോകം വലിയ അതിതീവ്ര കാലാവസ്ഥാ സംഭവങ്ങളുടെ ഒരു ലോകമായിട്ട് മാറുമെന്ന് ഒരു 30 വർഷം മുമ്പ് 90 തന്നെ ശാസ്ത്ര സമൂഹം ലോക സമൂഹത്തിന് മുന്നിലേക്ക് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പം സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഒരു 35 വർഷം, ഒരു 4 പതിറ്റാണ്ടിന് മുമ്പ് ശാസ്ത്ര സമൂഹം പറഞ്ഞ ആ ഒരു അവസ്ഥയോടൊപ്പം നമ്മൾ റിയലൈസ് ചെയ്ത് അതിനോടൊപ്പം ജീവിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറി എന്നുള്ളതാണ്. അതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 30 വർഷം മുമ്പ് പറഞ്ഞ ഭാവി നടക്കുമെന്നാണ്. ഇപ്പോൾ അതിനോടൊപ്പം ജീവിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറി എന്നുള്ള റിയാലിറ്റി, അല്ലെങ്കിൽ അത് റിയലൈസ് ചെയ്യപ്പെടുന്നു, അത് യാഥാർത്ഥ്യമാകുന്നു. അപ്പോൾ ശാസ്ത്ര സമൂഹത്തിന് വ്യക്തമായ ധാരണകളുണ്ടായിരുന്നു. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെ പറ്റിയും ധാരണകളുണ്ട്. അപ്പോൾ ഈ കാലാവസ്ഥ മാറുന്നു പറഞ്ഞിരുന്നു, അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ജീവിക്കുന്ന സമൂഹമായിട്ട് മാറി. ആ മാറ്റമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയൊരു തിരിച്ചുപോക്കുണ്ടോ അതോ ഇത് ഇങ്ങനെ നമ്മൾ അഡാപ്റ്റായി ജീവിക്കേണ്ടി വരുമോ? കാലാവസ്ഥ ഇനി തിരിച്ച് മാറി പഴയതുപോലെ ആവുമോ? അല്ല, അതിന് സമയങ്ങളെടുക്കും, വർഷങ്ങളെടുക്കും. കാലാവസ്ഥ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ടൈം സ്കെയിലിൽ സംഭവിക്കുന്നുണ്ട്. ഭൂമിയുടെ കാലാവസ്ഥ ഒരു കാലഘട്ടത്തിലും ഇതേപോലെ ഒരവസ്ഥയിൽ തന്നെ നിലനിന്നിട്ടില്ല. അതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അതിൻ്റെ ടൈം സ്കെയിലാണ് വളരെ പ്രധാനപ്പെട്ട. കോടിക്കണക്കിന് വർഷങ്ങൾ എടുത്ത് നടക്കുന്ന സംഭവങ്ങളുണ്ട്, ലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുത്ത് നടക്കുന്ന മാറ്റങ്ങളുണ്ട്. ഇതൊക്കെ നാച്ചുറലായിട്ടുള്ള പ്രോസസ്സാണ്. ഈ പറഞ്ഞ പോലെ ഈ എർത്തിൻ്റെ ഈ അച്ചുതണ്ടിലുണ്ടാകുന്ന മാറ്റങ്ങൾ, എർത്ത് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നതിലുണ്ടാകുന്ന ഭ്രമണപഥത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അതിൻ്റെ ഒരു റൊട്ടേഷനിലുണ്ടാകുന്ന ഇതെല്ലാം ഒരു മിലങ്കോവി സൈക്കിൾ എന്ന് പറയും. ഒരു ലാക്സ് ഓഫ് ഇയേഴ്സ് അല്ലെങ്കിൽ 75,000-50,000 ഇയേഴ്സിൽ സ്കെയിലിൽ നടക്കുന്നതാണ്. അതൊക്കെ നാച്ചുറലായിട്ടുണ്ട്. അതാണ് ഈ പറഞ്ഞ പോലെ ഗ്ലേഷ്യൽ ഇന്റർഗ്ലേഷ്യൽ സൈക്കിൾ എന്നൊക്കെ പറയുന്ന ആ ഒരു കാലാവസ്ഥ അല്ലെ, ആ ഒരു സൈക്ലിക് പ്രോസസ്സ് നടക്കുന്നത്. അപ്പം ലാസ്റ്റ് ഗ്ലേഷ്യേഷൻ കഴിഞ്ഞത് 15,000-20,000 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു വാർമിംഗ്
ഒരു എപ്പിസോഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗ്ലേസിംഗ് എന്ന് പറയുമ്പോൾ തണുപ്പാണ്. തണുപ്പ്, ഭൂമി കൂടുതൽ തണുക്കും. അപ്പം ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമി വീണ്ടും ചൂടായി ഒരു ഇന്റർഗ്ലേഷ്യൽ പീരീഡിൽ നിൽക്കുന്ന സമയമാണ്. ഇനി നാച്ചുറലായിട്ട് സംഭവിക്കേണ്ടത് ഒരു 50,000 വർഷങ്ങൾ കഴിയുമ്പോൾ വീണ്ടും നാച്ചുറലായിട്ട് അതൊരു ഗ്ലേഷ്യേഷനിലേക്ക് പോകേണ്ടതാണ്. അവിടെയാണ് ഈ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത്. കാരണം ഒരു 15,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ്റെ ഈ കാലാവസ്ഥയിലുണ്ടാകുന്ന കടന്നുകയറ്റം വളരെ കുറവായിരുന്നു. അപ്പം പണ്ട് കാലത്ത് കാലാവസ്ഥയിൽ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് നാച്ചുറലായിട്ടുള്ള ജിയോളജിക്കലായിട്ടുള്ള പ്രോസസ്സുകളുണ്ടാകും. കൂടുതലും ഭൂമിയുടെ അച്ചുതണ്ടിലുണ്ടാകുന്ന ചിലവ്, അതുപോലെ ഈ പ്ലേറ്റ് ടെക്ടോണിക്സ്, ഈ പ്ലേറ്റുകൾ പലകങ്ങൾ ചലിച്ച് ഇന്ത്യൻ പ്ലേറ്റ് 20 കോടി വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയുമായിട്ട് ചേർന്നിരിക്കുകയാണ്. അത് നേരെ മൂവ് ചെയ്ത് യുറേഷ്യയുമായിട്ട് ഇടിച്ചിട്ടാണ് ഹിമാലയം ഉണ്ടാകുന്നതും ഇന്ത്യൻ കോണ്ടിനെൻ്റൊക്കെ ഈ രീതിയിൽ കാണുന്ന തരത്തിൽ രൂപപ്പെടുന്നതും. അതിനുശേഷമാണ് നമ്മുടെ ഇവിടെ മൺസൂൺ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനുശേഷമാണ് നമ്മുടെ മൺസൂൺ കാലാവസ്ഥ ഉണ്ടാകുന്നത്. അത് ഇന്ത്യയുടെ മാത്രമല്ല, ഈ ഒരു 7 കോണ്ടിനെൻറ്റും സമുദ്രങ്ങളും ഒക്കെ ഇന്ന് താറുന്ന തരത്തിലുണ്ടായിട്ട് ഏകദേശം ഒരു 100 മില്യൺ ഇയേഴ്സ് അല്ലെങ്കിൽ 100 to 200 മില്യൺ ഇയേഴ്സ് ബാക്കാണ് ഈ രീതിയിലേക്ക് നമ്മൾ ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത്. ഭൂമിയുടെ ചരിത്രം നമ്മൾ വെച്ചാൽ 460 കോടി വർഷത്തെ പഴക്കമുള്ളപ്പം നമ്മൾ ഇന്ന് കാണുന്ന കാലാവസ്ഥയ്ക്ക് 20 കോടി അല്ലെങ്കിൽ 30 കോടി വർഷത്തെ പഴക്കമേ ഉള്ളൂ. അതിന് മുമ്പ് വേറെ അതിലും ഭയങ്കര ഭീകരമായിട്ടുള്ള വേറെ മാറ്റങ്ങളാണ് ഉള്ളത്. അപ്പോൾ അതിങ്ങനെ സൈക്ലിക്കായിട്ട് നടക്കുന്നു. അവിടെയാണ് ഇപ്പം അടുത്ത ഒരു 100-150 വർഷത്തിനുള്ളിൽ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ മൂലം കാലാവസ്ഥ, പ്രത്യേകിച്ചും ഭൂമിയുടെ അന്തരീക്ഷത്തിലും പിന്നെ കാലാവസ്ഥാ വ്യൂഹം എന്ന് പറയുന്ന മറ്റ് മേഖലകളിലും വരുത്തുന്ന മാറ്റങ്ങൾ കാരണം നാച്ചുറൽ പ്രോസസ്സിനും പുറത്ത് ഒരു വലിയൊരു ഫാക്ടറായിട്ട് ഹ്യൂമൻ ആക്ടിവിറ്റി മാറുന്നു. അപ്പോൾ അത് നാച്ചുറൽ അത് പരിധിക്കും പുറത്താണ്, ഭൂമിയുടെ ആ ഒരു നാച്ചുറൽ പ്രോസസ്സിനും പുറത്താണ്. അതാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ കാലാവസ്ഥ മാറ്റത്തിൻ്റെ കാരണം കൂടുതലും നമ്മളാണ്. മാനുഷിക പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ കൂടുതലായിട്ട് അമിതമായിട്ട് ഉണ്ടാക്കിവിട്ടിട്ടുള്ള ഈ ഹരിതഗൃഹവാതങ്ങളുടെ പ്രഭാവം മൂലമാണ് ഭൂമിയുടെ താപനില കൂടുന്നത്. ഇപ്പോൾ ഏറ്റവും ഉദാഹരണമായിട്ട് പറഞ്ഞാൽ 1860 ശേഷം ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മനുഷ്യൻ കണ്ട ഏറ്റവും ചൂട് കൂടിയ വർഷമാണ് 2023 കടന്നുപോയത്. അതായത് 1860 ഗ്ലോബൽ ആവറേജ് ടെമ്പറേച്ചറിനേക്കാളും 1.2 to 1.5 ഡിഗ്രി വരെ കൂടി താപനില. ഇത് നാച്ചുറലായിട്ട് ഈ ഒരു 1.2 ഡിഗ്രിയൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഒരു 1000-10,000 വർഷങ്ങൾ എടുത്ത് നടക്കുന്ന സംഭവമാണ് നമ്മൾ വെറും ഒരു 100 വർഷത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ അതാണ് റാപ്പിഡായിട്ട് മാറുന്നത്. നമ്മുടെ സ്പീഡ് കൂട്ടി ആ മാറ്റത്തിൻ്റെ. അപ്പോൾ ഇത്രയും കാലം സാർ പറഞ്ഞ പോലെ റിസർച്ചേഴ്സ് ആയിരുന്നു കാലാവസ്ഥാ മാറ്റത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ സാധാരണക്കാർ, കോമൺ മാൻ ഇത് കാണാൻ തുടങ്ങി, ഫീൽ ചെയ്യാൻ തുടങ്ങി, നമ്മൾ അനുഭവിക്കാനും തുടങ്ങി. ഇപ്പോൾ ഡൽഹിയിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് 52 ഡിഗ്രി സെൽഷ്യസിലേക്ക് പോയി. നമ്മുടെ നാട്ടിലും ഭയങ്കര ചൂടായിരുന്നു, ഭയങ്കര മഴയും വരുന്നുണ്ട്. അപ്പോൾ ഈ ചൂടത്ത് AC ഏറ്റവും കൂടുതൽ വിറ്റുപോയ വർഷമായിരുന്നു ഈ വർഷം എന്ന് പറയുന്നത്. ഫിറ്റ് ചെയ്യാൻ ആളില്ലാത്ത അവസ്ഥ വരുന്നു, എല്ലാ വീട്ടിലും AC വെക്കുന്നു. അപ്പോൾ റിസർച്ചേഴ്സ് ഇതിന് മുന്നേ നോട്ട് ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണ് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ? ഇപ്പം ഈ ചൂട് പിടിക്കുന്നതാണല്ലോ, ആഗോള താപനമാണ് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ, മനുഷ്യനിർമ്മിതമായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് മനുഷ്യനായിട്ടുണ്ടാക്കിയിട്ടുള്ള ആഗോള താപനം. ഭൂമിക്ക് ചൂട് പിടിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഭൂമിക്ക് ചൂട് പിടിക്കുന്നതിനനുസരിച്ച് മറ്റുള്ള മേഖലകളിൽ ഉണ്ടാകുന്ന മാറ്റമാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് പ്രത്യേകിച്ചും ഉഷ്ണതരംഗങ്ങൾ കൂടുന്നു. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒരു 10% താഴെ വീടുകളിൽ മാത്രമേ 2000 AC ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ വീട്ടിലൊന്നും 2000 AC. ഇത് കാലാവസ്ഥാ വ്യതിയാനം അല്ലെങ്കിൽ ചൂട് കൂടുന്നതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്. പിന്നെ അഡാപ്റ്റീവ് കപ്പാസിറ്റി ജനങ്ങളുടെ ഇത് കുറയുന്നതിൻ്റെയും കൂടെ ഒരു റിഫ്ലക്ഷൻ ആകാം. മനസ്സിലായില്ലേ? അതൊരു വിസിബിളായിട്ടുള്ള നമ്മുടെ മുമ്പിൽ. പിന്നെ രണ്ടാമത് അനുഭവപ്പെടുന്നത് വെച്ചാൽ ഏത് മേഖലയിലും ഇത് ചൂട് കൂടുന്നത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും ഒരേപോലെ. ഇപ്പം കാനഡയിലും യൂറോപ്പിലും ഒക്കെ ഉഷ്ണതരംഗങ്ങളുടെ ആവൃത്തി കൂടുന്നു. അവിടെയൊക്കെ ഉഷ്ണതരംഗങ്ങളും കാട്ടുതീയൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ഉഷ്ണതരംഗങ്ങളും കാട്ടുതീയും ഇല്ലാത്ത ഭൂപ്രദേശങ്ങളിൽ ഉഷ്ണതരംഗങ്ങൾ കൊണ്ടുണ്ടാകുന്ന മരണങ്ങളും കാട്ടുതീ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും കൂടുന്നു. അപ്പം പണ്ട് കാലത്ത് ഒരു സ്ഥലത്ത് അനുഭവപ്പെട്ടിരുന്ന കാലാവസ്ഥയിൽ വലിയ മാറ്റമാണ് എല്ലാ മേഖലയിലും. അപ്പം കേരളത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ മൺസൂൺ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ജോൺസൺ മാഷും കട്ടൻ ചായ എന്നൊക്കെ പറയുന്ന പോലെ മഴയെ ആസ്വദിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴെന്താണ്? മഴയെന്ന് പറഞ്ഞ ആൾക്കാർക്ക് പേടിയായിട്ട് മാറിയ, മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂതമായിട്ട് മാറിയ ഒരവസ്ഥയാണ് കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ച് താമസിക്കുന്നത്. ഇപ്പം നമ്മൾ ഒന്നുകൂടെ മനസ്സിലാക്കണം, ഈ വർഷം തന്നെ തുടക്കത്തിൽ മെയ് വരെ 2 മാസത്തിന് മുമ്പ് വരെ ഒരല്പവേലും മഴ പെയ്തിരുന്നുവെങ്കിൽ എന്നും പറഞ്ഞുകൊണ്ട് ജീവിച്ച ആൾക്കാരാണ് നമ്മൾ. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ ഇത് എന്തൊരു നശിച്ച മരയെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ കാലാവസ്ഥയിൽ വ്യതിയാനങ്ങൾ വന്നിരിക്കുകയാണ്. വേരിയബിലിറ്റി,
സന്തുലിതാവസ്ഥ കാലാവസ്ഥയുടെ നഷ്ടപ്പെടുന്നു. സ്ഥിരതയുണ്ടായിരുന്നു. മൺസൂൺ ക്ലൈമറ്റ് എന്ന് പറഞ്ഞ സ്ഥിരതയുണ്ടായിരുന്നു. അപ്പോൾ ആ സ്ഥിരത നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഏറ്റവും കൂടിയ റിഫ്ലക്ഷൻ, പ്രത്യേകിച്ചും കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അൺപ്രഡിക്റ്റബിൾ ആയോ കാലാവസ്ഥ? സ്ഥിരത നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പ്രധാനമായിട്ടുള്ള സംഭവം എന്ന് കഴിഞ്ഞാൽ ഇത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അതൊക്കെയാണ് ഞങ്ങളെപ്പോലുള്ളവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നം. ഒരു 20-15 വർഷം മുമ്പൊക്കെ ഈ അവസ്ഥകളൊക്കെ നമുക്ക് കുറേയൊക്കെ ആക്യുറേറ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് പ്രഡിക്ഷൻ കൊള്ളത്തില്ലെന്നല്ല പറയുന്നത്. പ്രഡിക്ഷൻ നമ്മൾ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക്ക് മൂലം കൊണ്ട് നമ്മളതിനെ അച്ചീവ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തിനെന്ന് കഴിഞ്ഞാൽ ഈ കാലാവസ്ഥ മാറ്റം വരുത്തുന്ന ഈ അസ്ഥിരത, ഒരു അൺസർട്ടനിറ്റി, അത് കാരണം നമ്മുടെ പ്രഡിക്ഷനെയൊക്കെ അതിൻ്റെ ഒരു റിലയബിലിറ്റി ഒക്കെ ബാധിക്കുന്നുണ്ട്. പക്ഷേ അതർവൈസ് ഓൾസോ വി ക്യാൻ പ്രൊഡ്യൂസ് ഒരു യൂസ്ഫുള്ളായിട്ടുള്ള മഴ. പണ്ട് കാലത്ത് മഴ പെയ്യാനും പെയ്യാതിരിക്കാനും എന്നുള്ള സാഹചര്യത്തിൽ നിന്ന് ഇപ്പോൾ ഒരു 70-80% ആക്യുറേറ്റ് ആയിട്ട് നാളെ മഴ പെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയ്യാനുള്ള സാധ്യതയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. പെയ്യുമെന്ന് പറഞ്ഞാൽ ഏറെക്കുറെ പെയ്തിരിക്കും. പക്ഷേ ഇതിനെ ഈ അൺസർട്ടനിറ്റി കൊണ്ടുവരുന്നത് എന്താണ് ശരിക്കും? കാറ്റാണോ? ഈ അൺസർട്ടനിറ്റി പല 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 ഘടകങ്ങൾ കൊണ്ടുള്ള അൺസർട്ടനിറ്റി ഉണ്ട്. കാലാവസ്ഥ മാറ്റം ഒരു ഘടകമാണ്. കാരണം മൺസൂണിന്റെ പണ്ടത്തെ ബിഹേവിയർ അല്ല ഇപ്പുറത്തെ ബിഹേവിയർ. അപ്പോൾ മൺസൂണിലുണ്ടാകുന്ന മാറ്റം, ആ പ്രെഡിക്റ്റബിലിറ്റി, അതിനെ എത്രത്തോളം നമുക്ക് ആക്യുറേറ്റ് ആയിട്ട്, പണ്ട് കാലത്ത് ഈ ഞാറ്റുവേല കലണ്ടർ വെച്ചിട്ട് എക്സാക്റ്റ് ആയിട്ട് കൃഷിക്കാർ കൃഷി ചെയ്യുമായിരുന്നു. ഇപ്പോൾ ആ ഞാറ്റുവേല വെച്ച് കൃഷി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒന്നി വെള്ളപ്പൊക്കമായിട്ട് വരും, അല്ലെങ്കിൽ മഴ പെയ്യേണ്ട സമയത്ത് മഴ കിട്ടത്തില്ല. അപ്പോൾ അത്തരത്തിൽ ആ പ്രെഡിക്റ്റബിലിറ്റി ഒരു കോമൺ മാൻ ഒരു നോഹൗ ആണ്. കാർഷിക രീതിയൊക്കെ അതിനനുസരിച്ച് ആണ് രൂപപ്പെട്ടത്. അപ്പോൾ അതൊരു റിഫ്ലക്ഷനാണ്. കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് ആ അൺസർട്ടനിറ്റി കൂടി, പ്രഡിക്റ്റബിലിറ്റി കുറയുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ പറഞ്ഞ പോലെ ഈ മറ്റു തരത്തിലുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പം ഒബ്സർവേഷൻ നെറ്റ്വർക്ക്, പണ്ട് കാലത്ത് മൺസൂൺ മഴ എന്ന് പറഞ്ഞാൽ പ്രാദേശികമായിട്ടുണ്ടാകുന്നത്, പ്രാദേശികമായിട്ടുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് കളമശ്ശേരിയിൽ ഉണ്ടാകുന്ന ക്ലൗഡ് ബസ്റ്റ്, അത് കളമശ്ശേരി മാത്രമായിട്ട് ലോക്കലൈസ് ചെയ്ത സാധനമാണ്. മനസ്സിലല്ലേ? അപ്പോൾ അത്തരം ലോക്കലൈസ്ഡ് വെറും പ്രാദേശികമായിട്ട് ഒരു പഞ്ചായത്ത് അല്ലെ 2 പഞ്ചായത്തൊക്കെ കേന്ദ്രീകരിച്ച് അതിതീവ്ര മഴ വരുന്നു. അപ്പോൾ ഇതൊക്കെ പണ്ട് കാലത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൺസൂൺ സമയത്ത് ഒരു ജില്ല മൊത്തമായിട്ട് മഴ ഇപ്പോൾ 2 പഞ്ചായത്ത് 3 പഞ്ചായത്തൊക്കെ ആയിട്ട് കുറയുന്നു. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ കൂടുതലും ഈ മേഘരൂപീകരണം കൂടുതലും കൺവെക്റ്റീവായിട്ട് മാറുന്നു. അതായത് പണ്ട് കാലത്ത് ഒരു പരന്ന് രൂപപ്പെട്ടിരുന്ന മേഘങ്ങൾ, ആ പരന്ന് അതായത് വലിയൊരു ഏരിയയിൽ രൂപം കൊണ്ടിരുന്ന മേഘങ്ങൾ ഇപ്പം സംഭവിക്കുന്നത് ഒരു സ്ഥലത്ത് വെർട്ടിക്കലായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. പരക്കുന്നതിന് പകരം പരന്ന മേഘങ്ങൾക്കുള്ളിൽ തന്നെ ചില മേഘക്കൂട്ടങ്ങൾ ഡീപ്പായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ ആ ഡീപ്പായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് എവിടെയാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാധനമാണ്. വലിയൊരു ഏരിയയിലുള്ള മേഘരൂപീകരണമാണെങ്കിൽ നമുക്ക് അതിനൊരു പ്രെഡിക്റ്റബിലിറ്റി ഉണ്ട്. അതേസമയം ഇതിനുള്ളിൽ ചില പോക്കറ്റുകളിലാണ് ഈ ഡീപ്പായിട്ടുള്ള ക്ലൗഡ് ഉണ്ട്. അത് കൺവെക്റ്റീവ് നേച്ചറായിട്ട് മാറി. ക്ലൗഡ് ഡെവലപ്മെന്റ് പ്രത്യേകിച്ച് മൺസൂണിലൊക്കെ കൺവെക്റ്റീവ് നേച്ചറായിട്ട് മാറി. അതിന് പ്രെഡിക്റ്റബിലിറ്റി കുറവാണ്. അതാണോ ഈ മേഘവിസ്ഫോടനം ഒക്കെ ഉണ്ടാകാനുള്ള പ്രധാന കാരണം അതാണ്. ഈ മേഘങ്ങളുടെ ഡെപ്ത് കൂടുന്നു. പണ്ട് കാലത്ത് ഒരു 6-7 കിലോമീറ്റർ വരെ ഉയരത്തിൽ രൂപപ്പെട്ടിരുന്ന മേഘങ്ങൾ ഇപ്പം 10 കിലോമീറ്റർ 12 കിലോമീറ്റർ വരെ ഉയരത്തിലേക്ക് മാറുന്നു. അപ്പം അത്രയും ഡീപ്പായിട്ടുള്ള ക്ലൗഡ് റെയിൻ ഉണ്ടാക്കുമ്പം അത്രയും കൂടുതൽ മഴയാണ് താഴേക്ക് എത്തുന്നത്. അത് നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല. അത് നമ്മുടെ ഭൂമിക്കും ഒന്നും താങ്ങാൻ പറ്റുന്നില്ല. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ മേഖലയിലും. ഇപ്പം ഈ പറഞ്ഞ പോലെ അർബൻ എന്നില്ല, റൂറൽ എന്നില്ല, ഏത് മേഖലയിലും ഇത്തരം മേഘവിസ്ഫോടനങ്ങളോ അല്ലെങ്കിൽ ലഘുമേഘ വിസ്ഫോടനങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഭൂമിക്ക് അതിന് താങ്ങാനുള്ള ശേഷിയില്ല, പൊതുവേ ഇല്ല. അത് മനുഷ്യന്റെ പ്രവർത്തനം കൊണ്ടൊന്നും നഷ്ടപ്പെട്ടതൊന്നുമല്ല. പൊതുവെ ഈ മഴ താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ല എന്നുള്ളതാണ്. ഈ മേഘവിസ്ഫോടനം ഇനിയും ഉണ്ടാവും, നമുക്കത് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. മേഘങ്ങളെ നമുക്ക് ഒരു കൂട്ടമായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യാം. പക്ഷേ ഇത് ഏത് സ്ഥലത്ത് വന്ന് പെയ്യും, ഈ കുറേയധികം മേഘങ്ങൾക്കുള്ളിൽ 1-2 മേഘങ്ങളായിരിക്കും ഈ പറഞ്ഞ പോലെ ഡീപ്പായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ റഡാർ സംവിധാനങ്ങളും സാറ്റലൈറ്റ് ഇമേജും ഒക്കെ അനലൈസ് ചെയ്തേ പറയാൻ പറ്റും. നമുക്കുള്ള റഡാർ സംവിധാനം വെച്ച് അത് പറയാൻ പറ്റും. ഏറെക്കുറെയൊക്കെ നമുക്കതിൻ്റെ സാധ്യതകൾ പറയാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഒരു 4-5 മണിക്കൂർ മുമ്പേലും പറയാൻ പറ്റും. ഈ സാറ്റലൈറ്റിൽ ഇത്തരം മേഘങ്ങളുടെ രൂപീകരണം ഉണ്ടാകുന്നതൊക്കെ നമുക്ക് അതിൻ്റെ ഇമേജ് നോക്കിയാൽ അതിന് എത്രത്തോളം കട്ടിയുണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് മേഘങ്ങൾ മൂവ് ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ. ഇപ്പം അറബിക്കടലിൻ്റെ ഭാഗത്താണ് ഇത്തരം കട്ടി കൂടിയ മേഘങ്ങൾ ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ് കാറ്റാണ് ഈ മേഘങ്ങളെ കരയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു സമയമൊക്കെ ഉണ്ടല്ലോ,
അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഈ മേഘങ്ങൾ ഇത്ര മണിക്കൂറിനുള്ളിൽ ഒരു സ്ഥലത്ത് വന്ന് പെയ്യും എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുന്ന തരത്തിലേക്കൊക്കെ നമുക്ക് ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. എത്ര നേരം കൊണ്ട് ഇവിടെ എത്തിക്കും മേഘങ്ങളെ, മേഘങ്ങളുടെ ഡെപ്ത് എത്രത്തോളം ഉണ്ട്, അപ്പോൾ എത്രത്തോളം മഴയുടെ സാധ്യതയുണ്ട്. പിന്നീട് നമ്മൾ റഡാർ ഇമേജിൽ കൂടെ അതിൻ്റെ സിഗ്നൽസ് കിട്ടും. എത്രത്തോളം റിഫ്ലക്റ്റിവിറ്റി എന്ന് പറയും, ഈ മേഘങ്ങളുടെ ഉള്ളിൽ എത്രത്തോളം മഴത്തുള്ളികളുണ്ട്, മഴത്തുള്ളികളുടെ വലിപ്പം എത്ര, ഇതൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ എത്രത്തോളം ഇൻറ്റൻസിറ്റി മഴ പെയ്യുമെന്ന് പറയാൻ പറ്റുന്നത്. ഗ്രേറ്റ്. ഇപ്പോൾ നമ്മൾ പണ്ട് കാലാവസ്ഥ അപ്ഡേറ്റിന് സാർ പറഞ്ഞ പോലെ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യത ഉണ്ടെന്നൊക്കെ പറയാറുണ്ടായിരുന്നു. അത്ര നമ്മൾ മൈൻഡ് ചെയ്തിരുന്നില്ല ഇപ്പോൾ കാലാവസ്ഥ അപ്ഡേറ്റ് വരുമ്പോൾ. ഇപ്പോൾ പക്ഷെ നമ്മൾ റെഡ് അലേർട്ട്, ഓറഞ്ച് അലേർട്ട്, അലേർട്ടിൽ നമ്മൾ അലേർട്ടാണ്. അത് 2018 ശേഷമാണ്. നമ്മൾ രാവിലെ ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പം റോഡായി കിടന്നിരുന്ന പല റോഡുകളും തോടായിട്ടാണ് തിരിച്ച് നമ്മൾ വരുന്നത്. അപ്പം അങ്ങനത്തെ അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മുടെ അലേർട്ട് സിസ്റ്റം എത്ര സ്ട്രോങ് ആണ് ഇപ്പോൾ? അലേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ലെവലിലും ഓരോ ആൾക്കാരും എടുക്കേണ്ട തീരുമാനങ്ങൾ വ്യത്യസ്തമാണ്. ഓക്കെ. യെല്ലോ അലേർട്ട് അല്ലെങ്കിൽ ഓറഞ്ച് അലേർട്ട് ഒരു എറണാകുളം ജില്ലയിലേക്ക് നമ്മൾ കൊടുത്തെന്ന് വെച്ചോ. എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിലുള്ള ആൾക്കാരെടുക്കേണ്ട ആ ഒരു നേച്ചർ ഓഫ് ഒരു ഇതുണ്ടല്ലോ, ഒരു ഡിസിഷൻ ഉണ്ടല്ലോ, അതായിരിക്കത്തില്ല കോതമംഗലത്ത് സെയിം മഴ പെയ്താൽ എടുക്കേണ്ടത്. അതുപോലെ ഓരോ ആൾക്കാർ, ഇപ്പം നമ്മുടെ ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യുന്ന ഒരാളെടുക്കേണ്ട പ്രിക്കോഷൻ ആയിരിക്കത്തില്ല പുറത്ത് പോകുന്നത്. അപ്പം ഈ അലേർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ ടേമാണ്, ജനറലായിട്ട് കൊടുക്കുന്നതാണ്, ജനറിക്കാണ്. അത് പിന്നെ സ്പെസിഫിക് ആയിട്ട് മാറേണ്ടത് അല്ലെ മാറ്റേണ്ടത് ഈ പറഞ്ഞ പോലെ ലോക്കലായിട്ടുള്ള ആൾക്കാരുടെ ജോലിയാണ്. നമ്മളിപ്പം ഒരു ഓറഞ്ച് അലേർട്ട് ഒരു ജില്ലയ്ക്കായിട്ട് വന്നു കഴിഞ്ഞാൽ ഓരോ സെക്ടർ, ഇപ്പം അഗ്രികൾച്ചർ സെക്ടറിൻ്റെ ആക്ടിവിറ്റീസ് എങ്ങനെയാണെന്നുള്ള അത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റി ആയിരിക്കും ഈ അലേർട്ടിനെ ബേസ് ചെയ്ത്. അതേസമയം വാട്ടർ റിസോഴ്സ് മാനേജ്മെൻറ്റ് കൂടുതൽ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യണം. കാരണം ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ എത്രയും വേഗം ഈ വെള്ളത്തെ ഒഴുക്കി കളയാനുള്ള പ്രവർത്തനങ്ങളാണ് കൊണ്ടുപോകുന്നത്. 3 ട്രാഫിക് ഏരിയ, ഇപ്പം ട്രാഫിക്കിൽ അത് വേറൊരു രീതിയിലായിരിക്കും അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സെക്ടർ വൈസ് ഈ അലേർട്ടിനോട് ഓരോ സെക്ടറുകളും എങ്ങനെ പ്രതികരിക്കണം എന്നുകൂടി നമ്മൾ ഇനിയും വളരാനുണ്ട്. ഇപ്പം നമ്മൾ പറയാം ഓറഞ്ച് അലേർട്ട് എന്ന് പറഞ്ഞാൽ ജനറിക്കാണ്, അത് മീൻസ് ഡിഫറെൻറ്റ് ഫോർ യു ആൻഡ് മീ. ഓരോ വ്യക്തികൾക്ക് പോലും അത് ഡിഫറെൻ്റ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഓരോ വ്യക്തികൾക്കും പുറത്ത് പണിയെടുക്കുന്ന ഒരാൾക്കും അകത്തിരുന്ന് ജോലി ചെയ്യുന്ന ഒരാൾക്കും ഡിഫറെൻ്റ് ആണ് ആ അലേർട്ട്. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഈ ഓറഞ്ച് അലേർട്ട് എന്ന് പറഞ്ഞാൽ ഒരു കളർ മാത്രമാണെങ്കിലും ഓറഞ്ച് അലേർട്ട് ക്യാൻ ബി എ യെല്ലോ ടൈപ്പ് ഓഫ് വാർണിംഗ് ഫോർ എ വൺ പേഴ്സൺ, ബട്ട് ക്യാൻ ബി എ റെഡ് ടൈപ്പ് ഓഫ് വാർണിംഗ് ഫോർ എ സം അതർ സെക്ടർ. അപ്പം ഈ അലേർട്ടിനനുസരിച്ച് നമ്മുടെ സെക്ടർ വൈസ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യും എന്നുള്ള രീതിയിലേക്ക് മാറേണ്ടതാണ്. അതാണ് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു നിലവിൽ അങ്ങനെയില്ല, നമുക്ക് അലേർട്ട് മാത്രമേ ഉള്ളൂ. ഈ അലേർട്ടിനോട് ഓരോ വിഭാഗങ്ങളും എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതിനെ പറ്റി ഒരു കാഴ്ചപ്പാട് നമുക്കില്ല. ഇപ്പം അലേർട്ട് വന്നു, എറണാകുളം ജില്ലയിൽ അലേർട്ട്, എല്ലാം ക്ലോസ് ചെയ്തു, മനസ്സിലായില്ലേ? അതോടുകൂടി തീർന്ന്. പക്ഷേ ഓരോ സെക്ടർ സ്പെസിഫിക് ആയിട്ട് എങ്ങനെ ഈ അലേർട്ടിനോട് റെസ്പോണ്ട് ചെയ്യണം, ട്രാഫിക് പോലീസ് റെസ്പോണ്ട് ചെയ്യുന്നത് പോലെ ആയിരിക്കത്തില്ല LSGD ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് റെസ്പോണ്ട് ചെയ്യുന്നത്, അതുപോലെ ആയിരിക്കത്തില്ല ഇറിഗേഷൻ വകുപ്പ് റെസ്പോണ്ട് ചെയ്യുന്നത്, അതുപോലെ ആയിരിക്കത്തില്ല പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെൻ്റ് ആണ്, മനസ്സിലായി? അപ്പം ആ രീതിയിൽ നമ്മളൊരു സെൻസിറ്റൈസേഷൻ അല്ലെങ്കിൽ അവയർനെസ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സിസ്റ്റം വരണം. അപ്പം അത് പ്രാദേശികമായിട്ട് തന്നെ വരികയും വേണം. ഞാൻ പറഞ്ഞില്ല, എറണാകുളം ജില്ലയെന്ന് പറഞ്ഞാൽ വലിയൊരു, കോതമംഗലത്തുള്ള ഒരാൾക്ക് ഓറഞ്ച് അലേർട്ട് വളരെ പ്രശ്നമായിരിക്കും. കാരണം മലയോര മേഖലയിൽ ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതേസമയം നമ്മുടെ മറൈൻ ഡ്രൈവിൽ അല്ലെ ആ പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ അത് അർബൻ ഫ്ലഡിങ്ങിനായിരിക്കും സാധ്യത, വെള്ളക്കെട്ട്. അപ്പം ഇങ്ങനെ പലതരത്തിലാണ് അത് മാനേജ് ചെയ്യേണ്ടത്. ഇപ്പോൾ കേരളത്തിനെ ദൈവത്തിൻ്റെ സ്വന്തം നാടാക്കുന്നത് വെസ്റ്റേൺ ഗട്ട്സ് ആണ് നമ്മുടെ ഈ കാലാവസ്ഥയ്ക്കും മഴയും വെയിലും മാറി മാറി വരാനൊക്കെ കാരണം. അപ്പോൾ ഈ വെസ്റ്റേൺ ഗട്ട്സ് വീക്കായെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് വെസ്റ്റേൺ ഗട്ട്സ് വീക്കായത്? അല്ല, എല്ലാത്തിനും കാരണം നമ്മൾ ഇന്ന് കാണുന്ന ഈ കാലാവസ്ഥയുടെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സവിശേഷമായിട്ടുള്ള കേരളത്തിൻ്റെ ഭൂപ്രകൃതിയാണ്. ഈ കേരളത്തിന് സവിശേഷമായ ആ ഭൂപ്രകൃതി കൊണ്ടാണ് ഇത്രയും വലിയ ജൈവ വൈവിധ്യം ഉണ്ടാകുന്നത്. കാലാവസ്ഥ, ഭൂപ്രകൃതി കൊണ്ടാണ് കാലാവസ്ഥ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വലിയ ജൈവ വൈവിധ്യം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമ്മളെ തമാശക്കാണെങ്കിൽ പോലും ഒരു എന്താ പറയുന്നത്, ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നൊക്കെ ആരോ ഒരാൾ വന്ന് വിളിച്ചിട്ട് പോയതൊക്കെ. പൊതുവേ കേരളത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ മാസവും മഴ കിട്ടുന്ന ഒരു സ്വഭാവമാണ്. അപ്പം ഇത് ഈ അറബിക്കടൽ മാറുകയാണ്.
അറബിക്കടൽ മാറുന്നത് പറഞ്ഞാൽ അറബിക്കടലിൽ കൂടുതൽ ചൂടായിക്കൊണ്ടിരുന്നത്, മറ്റ് സമുദ്രമേഖലകളിൽ ചൂടാകുന്നതിനേക്കാളും കൂടുതൽ വേഗത്തിൽ അറബിക്കടലിൽ ചൂടാകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് അറബിക്കടലിൽ കൂടുതൽ ഓക്കിക്ക് ശേഷം തുടരെ ചുഴലിക്കാറ്റുകൾ എത്തുന്നത്. ഓക്കിക്ക് ശേഷം ടോക്ടെ, ബുറേവി, കഴിഞ്ഞ വർഷം ബുറേവി, അശോഭ എന്നൊക്കെ പറഞ്ഞാൽ കുറേയധികം ചുഴലിക്കാറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ലുബാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അത് കൂടുന്നു, ചുഴലിക്കാറ്റുകളുടെ എണ്ണം കൂടുന്നു. അത് കൂടുതലും കേരളത്തെ അല്ലെങ്കിൽ പശ്ചിമ തീരത്തെ മുഴുവനാണ് ബാധിക്കുന്നത്. അതോടൊപ്പം തന്നെ അവിടെ രൂപം കൊള്ളുന്ന മേഘങ്ങളുടെ ഘടന മാറുന്നു. നേരത്തെ പരന്ന് ഫോം ചെയ്ത മേഘങ്ങൾ ഇപ്പോൾ മുകളിലേക്ക് മാറി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കാലാവസ്ഥയെ അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തെ കൂടുതൽ ദുർബലമാക്കുന്ന ഘടകങ്ങൾ ഇതൊക്കെയാണ്. പശ്ചിമഘട്ടം അതർവൈസ് നമ്മൾ ഇന്ന് കാണുന്ന ഇടനാടും മലനാടും ഒക്കെ 10 കോടി വർഷങ്ങൾക്ക് മുമ്പ് മൺസൂൺ കൊണ്ടുവന്ന് ഇത് മഴയിൽ ഒലിച്ചു വന്ന മണ്ണൊക്കെ ചേർന്നാണ് നമ്മുടെ ഈ ഇടനാടൊക്കെ രൂപപ്പെട്ടിരുന്നത്. അത് ഓവർ ദി ഇയേഴ്സ് സംഭവിക്കുന്ന ഒരു എറോഷണൽ പ്രോസസ്സാണ്. നമ്മുടെ നദീതടങ്ങളും നമ്മുടെ ഡെൽറ്റ ബെൽറ്റും എല്ലാം ഉണ്ടായിരിക്കുന്ന മഴയോടെ റെസ്പോണ്ട്. അപ്പോൾ ഈ മാറിയ മഴയോടെ നമ്മുടെ പശ്ചിമഘട്ടം വീക്കായല്ല, അതിന് നാച്ചുറലായിട്ട് അതിനോട് പ്രതികരിക്കണം നമ്മൾ. അപ്പോൾ പശ്ചിമഘട്ടം ഓവർ ദി ഇയേഴ്സ് പലതരത്തിൽ വെതറിങ് കൊണ്ട് നാച്ചുറൽ പ്രോസസ്സിലൂടെ തന്നെ വീക്കായിട്ടുണ്ട്. അതൊരു ഓൾഡ് മൗണ്ടൻ റീജിയനാണ്. അതിൽ തന്നെ പാറകളും മറ്റും ഭ്രംശീകരണം സംഭവിച്ച് ഈ പറഞ്ഞ പോലെ പാറകൾ ഈ വെതറിങ് സംഭവിച്ചിട്ട് അത് കാറ്റിലൂടെയും മഴയിലൂടെയും കെമിക്കലായിട്ടുള്ള വെതറിങ് സംഭവിച്ച് പൊടിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. അത് ഓവർ ദി ഇയേഴ്സ് സംഭവിക്കുന്നതാണ്. ഇന്നും ഇന്നലെയുള്ള മഴ കൊണ്ടൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുകയാണ് പശ്ചിമഘട്ടം ഓൾറെഡി. അവിടെയാണ് നമ്മുടെ പണ്ട് കാലത്തെ മഴയല്ല, തീവ്രമായിട്ടുള്ള മഴയും കൂടി വരുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ യഥാർത്ഥത്തിൽ മാറുന്ന കാലാവസ്ഥയാണ് യഥാർത്ഥത്തിൽ പശ്ചിമഘട്ടത്തെ കൂടുതൽ ദുർബലമാക്കുന്നത്. പിന്നെ നമ്മളും ആക്കിയിട്ടുണ്ടാവും മൈനിങ്ങും. നമ്മളും ആക്കുന്നത് അത് ഇല്ലാന്ന് പറയുന്നില്ല. പ്ലാന്റേഷനെ ആണ് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്തത്. പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ കർഷകർ ചെയ്യുന്നതല്ല. പണ്ട് ബ്രിട്ടീഷുകാർ തുടങ്ങിയപ്പോൾ വെച്ച് അവിടുത്തെ നേറ്റീവായിട്ടുള്ള വൃക്ഷങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ച് ലാർജ് ഏരിയയിൽ പ്ലാന്റേഷൻ തുടങ്ങി. അത് മൈക്രോ ക്ലൈമറ്റിനെയും അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിൻ്റെ പൊതുവായിട്ടുള്ള ക്ലൈമറ്റിനെയും വളരെയധികം ബാധിച്ചിട്ടുണ്ട്. അതേസമയം ജീവനോപാധിക്ക് വേണ്ടി കുടിയേറി പാർത്തിരിക്കുന്ന കർഷകർ അവർ ലിമിറ്റഡ് ആയിട്ടുള്ള ഡാമേജ് പശ്ചിമഘട്ടത്തിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ വലിയ പ്ലാന്റേഷൻ ചെയ്യുന്ന ആൾക്കാരെയും 5 ഏക്കറിൽ വാഴക്കൃഷി ചെയ്യുന്നവരെയും ഒരേ കാറ്റഗറിയിലാണ് ആ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് എന്നൊക്കെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ടുപേരെയും വില്ലനായിട്ടാണ് നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല കാണേണ്ടത്. നമ്മൾ ആ പറയുന്ന പ്ലാന്റേഷൻ ടൈപ്പ് ഇതിനെ വേറിട്ട് നിർത്തുകയും ജീവനോപാധിക്ക് വേണ്ടി ലിമിറ്റഡായിട്ട് കൃഷി ചെയ്യുന്ന കർഷകരെ ഒരു ശത്രുവായിട്ട് കാണാതിരിക്കുകയും ചെയ്യുക. പിന്നീട് കൃഷി എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞ പോലെ ക്രോപ്സ് മാറിയിട്ട് മറ്റേ എന്താ പറയുന്നത് പ്ലാന്റേഷൻ കൂടുതൽ വരുന്നു. അതോടൊപ്പം തന്നെ മോണോ ക്രോപ്പിംഗ് കൾച്ചർ വരുന്നു. അതൊന്നും മണ്ണിനെ അല്ലെങ്കിൽ മണ്ണിൻ്റെ സ്ഥിരതയൊന്നും നിലനിർത്തുന്ന സംഭവങ്ങളില്ല. പിന്നെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കൃഷി എന്ന് പറഞ്ഞാൽ റിസോർട്ട് കൃഷിയാണ്. പിന്നെ കോറികൾക്ക് കുറവൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം ചേരുന്നതാണ്. അല്ലാതെ ഇതിൽ സാധാരണ പാവപ്പെട്ട കർഷകൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ 10% താഴെയാണ്. ബാക്കി ഉള്ള ലാർജ് സ്കെയിലായിട്ടുള്ള ആക്ടിവിറ്റീസാണ് യഥാർത്ഥത്തിൽ പശ്ചിമഘട്ടത്തിനെ വീക്കാക്കുന്നത്. ഇവിടെ നമ്മൾ പറയുമ്പം കർഷകരുടെ പ്രശ്നമായിട്ടാണ് പറയുന്നത്. പക്ഷേ കർഷകർ ദേ ഹാവ് ലീസ്റ്റ് കോൺട്രിബ്യൂട്ടഡ് ടു ദിസ്. 5 കൊല്ലം മുന്നേ ഫോർട്ട് കൊച്ചിക്ക് ബീച്ച് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു സ്ക്വയറായിട്ട് എല്ലാവരും ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന ഒരു ബീച്ച് ഏരിയ ഉണ്ടായിരുന്നു. ഇപ്പം അതില്ല. 5 കൊല്ലം മുന്നേ കടൽ കയറി. ഇനി അത് തിരിച്ചു വരുമോ? അങ്ങനെ അല്ല, ബീച്ച് എറോഷനും അല്ലെങ്കിൽ ബീച്ച് തിരിച്ചുണ്ടാകുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സൈക്ലിക് ആയിട്ടുള്ള പ്രോസസ്സാണ്. അതിനെല്ലാം നടക്കുന്നതൊക്കെ നമ്മുടെ നദികൾ, കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 44 നദികളുടെ ഒരു വലിയ നദീതടമാണ് കേരളം. മേളിൽ പെയ്യുന്ന മഴയെ, ഇത്രയും സമൃദ്ധമായിട്ടുള്ള മഴയെ ഒഴുക്കിക്കൊണ്ടുവന്ന് മണലും ഒക്കെ കൊണ്ടുവന്ന് അടിച്ചാണ് നമ്മുടെ ബീച്ചും ഒക്കെ രൂപപ്പെട്ടിരിക്കുന്നത്. ഒന്നേ നമ്മൾ അണകെട്ട് ഉണ്ടാക്കി അതിനെ തടയുന്നു. നാച്ചുറൽ ആ ഒരു ഫ്ലോയെ, എൻവയോൺമെൻറ്റൽ ഫ്ലോയെ റിവറിൻ്റെ തടയപ്പെടുന്നു. അതിലൂടെ മണ്ണും ഒക്കെ വരുന്നത്. പിന്നെ മണ്ണുവാരലൊക്കെ സമൃദ്ധമായിട്ട് നടന്നിട്ടുണ്ട് പല റിവറിലും. അപ്പോൾ ബീച്ചിൻ എടുക്കുകയും ചെയ്യും, ബീച്ച് തിരിച്ചു വെക്കുകയും ചെയ്യും. അത് നാച്ചുറലായിട്ടുള്ള ഒരു കോസ്റ്റൽ പ്രോസസ്സാണ്. അപ്പോൾ സീസൺ അനുസരിച്ച് കാറ്റിൻ്റെ ഡയറക്ഷൻ മാറും, സമുദ്രത്തിലെ ഒഴുക്കിൻ്റെ ഡയറക്ഷൻ മാറും. അപ്പോൾ ചില സീസണിൽ ഈ ബീച്ചിനെ എടുത്തുകൊണ്ട് പോകുന്ന ഒഴുക്കായിരിക്കും, ചില സീസണിൽ ബീച്ചിനെ തിരിച്ചു കൊണ്ടുവരുന്ന ഒഴുക്കായിരിക്കും. ഒരു ഡയറക്ഷനിലാണെങ്കിൽ തിരിച്ച് സൈക്ലിക് എന്ന് പറയുന്നത്, ഒരു ഡയറക്ഷനിൽ വരുന്ന ഒഴുക്ക് ബീച്ചിനെ എടുത്തുകൊണ്ട് പോകും, ആ മണ്ണിനെ തന്നെ തിരിച്ച് കൊണ്ടുവരുന്ന രീതിയിലാണ് ആ ഒരു സൈക്ലിക്കായിട്ടാണ്. ഇവിടെ സംഭവിക്കുന്നത് ബീച്ചുകളിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ കാരണം ഈ സൈക്ലിക്കായിട്ടുള്ള പ്രോസസ്സിനെയാണ് ഡിസ്റ്റർബ് ചെയ്യുന്നത്.
അപ്പം ചിലയിടത്തുനിന്ന് മണ്ണെടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ അത് പെർമനന്റ് ആയിട്ട് അങ്ങ് എടുത്തോണ്ട് പോകും. അപ്പം ചിലയിടത്ത് ബീച്ച് വെക്കുകയും ചെയ്യും, ചില സ്ഥലത്ത് ബീച്ച് പോവുകയും ചെയ്യും. അപ്പോൾ ആ നാച്ചുറൽ ഫ്ലോയെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഏത് നിർമ്മാണ പ്രവർത്തനവുമാണ് അതിൽ. ഈവൻ നമ്മൾ ഈ കടൽ ഭിത്തി എക്സ്റ്റെൻഡ് ചെയ്ത് നിർമ്മിക്കത്തില്ലേ, ക്രോയിൻസ് ഒക്കെ ഇട്ട് കടലിലേക്ക് ഇറക്കി നിർമ്മിക്കുക, അതുപോലും ഈ കടലിൻ്റെ സ്വാഭാവികമായിട്ട് ഒഴുക്കിനെ തടയുന്ന. ഒരു സ്ഥലത്ത് ബീച്ച് ഇല്ലാത്ത സ്ഥലത്ത് ബീച്ച് വെക്കും, ഇപ്പുറത്ത് മണ്ണ് പോയിക്കൊണ്ടേയിരിക്കും. ഫോർട്ട് ബീച്ച് ഇപ്പോഴും പിന്നെ കിട്ടിയിട്ടില്ല, 5 വർഷമായിട്ട്. അതാണ് അത് ഏതൊക്കെ സ്ഥലത്തുള്ള നിർമ്മാണം കാരണമാണ് അതിന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അത് ഹാർബർ നിർമ്മാണം പോലും, ഇപ്പം തുറമുഖ നിർമ്മാണം, ഇതെല്ലാം ബീച്ചിന്റെ നാച്ചുറൽ പ്രോസസ്സിനെ ബാധിക്കുന്ന പ്രവർത്തനങ്ങളാണ്. 2040 കൊച്ചിയിൽ കടൽ കയറുന്ന റിസർച്ച് ഉണ്ട്, അത് ഉള്ള റിസർച്ചാണ്. അത്രയും നമ്മൾ ഒരു എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മൾ ആഗോളതലത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ സീ ലെവൽ റൈസ്, സമുദ്രനിരപ്പ് ഉയരുന്നു, അത് പല കാരണങ്ങളാൽ സംഭവിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ധ്രുവങ്ങളിലെ മഞ്ഞൊഴുകുന്നത് വെള്ളമായിട്ട് വന്നിട്ട് സമുദ്രനിരപ്പ് ഒഴുകും. അതോടൊപ്പം തന്നെ സമുദ്രങ്ങളുടെ ജലത്തിൻ്റെ ചൂട് കൂടുന്നതുകൊണ്ടൊരു തെർമൽ എക്സ്പാൻഷൻ നടക്കുമല്ലോ. അപ്പോൾ നമ്മൾ വെള്ളം ചൂടാക്കുമ്പോൾ അത് പൊങ്ങുന്ന പോലെ വെള്ളത്തിൻ്റെ ചൂട് കൂടുമ്പോൾ അതിനൊരു തെർമൽ എക്സ്പാൻഷൻ. അപ്പോൾ രണ്ട് തരത്തിലുള്ള റൈസാണ്, സീനിയുടെ ലെവൽ റൈസ് ചെയ്യുന്ന 2 കാരണങ്ങളാണുള്ളത്. രണ്ടും ആഗോളതാപനമാണ് കാരണം. മഞ്ഞുരുകാനുള്ള കാരണവും ആഗോളതാപനമാണ്, സമുദ്രത്തിൻ്റെ താപനില കൂടുന്നതും ആഗോളതാപനം. അപ്പോൾ ആഗോളതാപനം കാരണമാണ് സീ ലെവൽ റൈസ് ചെയ്യുന്നത്. അത് എവിഡൻ്റ് ആണ്. ഒരു 3 മില്ലിമീറ്റർ പെർ ഇയർ എന്നുള്ള രീതിയിലാണ് റൈസ് ചെയ്യുന്നത്. ആ ഒരു കണക്ക് വെച്ച് നമ്മൾ ഒരു പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2100 ആകുമ്പോഴേക്കും ലോകവ്യാപകമായിട്ട് ഒരു ആവറേജ് ആണ്, എങ്കിൽ ഇപ്പോൾ ഒരു 50 സെൻറ്റിമീറ്ററിനും 80 സെൻറ്റിമീറ്ററിനും ഇടയ്ക്ക് പല മേഖലയിലും കടൽ പൊങ്ങുന്നത്. അതുകൊണ്ടാണ് ഇപ്പം ഇന്തോനേഷ്യ ജക്കാർത്തയിൽ നിന്ന് ബോർണിയയിലേക്ക് തലസ്ഥാനം മാറ്റി. കാരണം ഇത് ഓൾറെഡി റിയലൈസ് ചെയ്തു അത്തരം ഐലൻഡ് നേഷൻസ്. കൊച്ചിയെ പോലുള്ള നഗരങ്ങൾ റിയലൈസ് ചെയ്യാൻ കിടക്കുന്നതേ ഉള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു 50 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1/2 മീറ്ററോളം ഉയരം. അപ്പോൾ സംഭവിക്കുന്നത് ഈ 1/2 മീറ്ററിനോട് അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളാണ് അത് കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവ നമ്മളെ പേടിപ്പിക്കുന്നത് വെച്ചാൽ കൊച്ചി നഗരം മൊത്തം 2100 ആകുമ്പോഴത്തേനും മുങ്ങി എല്ലാ കൊച്ചി നഗരം വാസയോഗ്യമേ അല്ലാതാകും എന്നുള്ള രീതിയിലുള്ള. പക്ഷെ അത്രയൊന്നും പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ചില എപ്പിസോഡുകളിൽ അത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇന്തോനേഷ്യ പ്ലാനിങ് തുടങ്ങി. ഇന്തോനേഷ്യയും വേറെ ഒത്തിരി രാജ്യങ്ങൾ, പല ഐലൻഡ് നേഷൻസും ഓൾറെഡി തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദേ ആർ റീലൊക്കേറ്റിംഗ് ദെയർ അസറ്റ് ഫ്രം ദിസ് വൾണറബിൾ ഏരിയാസ്. നമ്മളങ്ങനെ പ്ലാൻ ചെയ്യണോ? നമ്മൾ അത് ചിലപ്പം ഈ പറഞ്ഞ പോലെ കൊച്ചി അടുത്തത് ഡെവലപ്പ് ചെയ്യുന്നത് കിഴക്കോട്ടായിരിക്കും. അതിന് സ്പേസ് അതേ ഉള്ളല്ലോ. അപ്പം കൊച്ചിയുടെ ഒരു അഡാപ്റ്റേഷനാണ് ഇതിനോടുള്ള ഒരു റെസിലിയൻസ് അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ കൊച്ചി ഹാസ് ടു തിങ്ക് അബൌട്ട് മൂവിങ് ദെയർ അസറ്റ്, മൂവിങ് ഓർ ഈ പുതിയ അസറ്റുകൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനും കിഴക്കോട്ട് നീങ്ങാകണമെന്നുള്ളതാണ്. ഇപ്പം കിഴക്കോട്ടെന്ന് സാറ് പറഞ്ഞപ്പോൾ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് ഇപ്പോൾ വീണ്ടും ചർച്ച സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡാം സ്ട്രോങ് അല്ല, ആ ഡിസ്കഷൻസ് ഒക്കെ. അപ്പോൾ ആസ് എ കാലാവസ്ഥ സയൻറ്റിസ്റ്റ് സാർ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, അത് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ ആൻസർ പറയേണ്ട ഒരു സംഭവമാണ്. പക്ഷെ എന്നിരുന്നാലും പല പ്രദേശങ്ങളിൽ, ഇപ്പം ചൈനയിൽ കഴിഞ്ഞ വർഷം ഡാം ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ലിബിയയിൽ ഡാം ബ്രേക്ക് ചെയ്തിട്ടാണ് പ്രശ്നങ്ങളുണ്ടായത്. ഇതെല്ലാം ഒരു പക്ഷേ അതിതീവ്ര മഴയും അല്ലെങ്കിൽ ഒരു ചുഴലിക്കാറ്റ് വരുമ്പോഴൊക്കെ സംഭവിക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു എർത്ത് കേക്ക് വരുമ്പോൾ സംഭവിക്കുന്നത്. ഇതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കൺസിഡറിങ് ദി ഏജ് ഓഫ് ദി ഡാം, അതേപോലെ ഡാമിനൊരു ഏജ് ഉണ്ടല്ലോ, പർട്ടിക്കുലർ ആയിട്ടുള്ള ഏത് നിർമ്മിതിക്കായാലും, ഓൺ ദി ടോപ്പ് ഓഫ് എക്സ്പെക്റ്റഡ് നാച്ചുറൽ കലാമിറ്റീസ് ലൈക്ക് ഇപ്പം ഹരിക്കെയിൻസ്, ഈ ട്രോപ്പിക്കൽ സൈക്ലോൺ, ചുഴലിക്കാറ്റുകളോ അല്ലെങ്കിൽ ഈവൻ ക്ലൗഡ് ബേസ്റ്റോ അല്ലെങ്കിൽ ഒരു ചെറിയ ഈ എർത്ത് കേക്കോ ഈവൻ ഉരുൾപൊട്ടലോ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പം ഇതിൻ്റെ വൾണറബിലിറ്റി കൂടുകയാണ്. അപ്പം വി ഹാവ് ടു ആൻറ്റിസിപ്പേറ്റ് ദാറ്റ്. അപ്പം അതിന് ഒരു സ്ട്രക്ചറൽ സൊല്യൂഷനാണ് നമുക്ക് ആവശ്യം. സംസാരിക്കാതിരുന്നിട്ട് കാര്യമില്ല. ഇല്ലില്ല, അതിന് അവോയ്ഡ് ഇത് നെഗ്ലക്റ്റ് ചെയ്യേണ്ട സാധനമേ അല്ല. ഒന്നും സംഭവിക്കുന്നില്ല, അത് നമ്മുടെ ഭാഗ്യം. പക്ഷേ വി കനോട്ട് ഇഗ്നോർ ദാറ്റ്. ഫാക്റ്റാണ്, അതൊരു ഫാക്റ്റാണ്. ദാറ്റ് ഈസ് എ ഫാക്റ്റ്. അതൊരു സ്ട്രക്ചറൽ എഞ്ചിനീയറാണ് അതിൻ്റെ യഥാർത്ഥ. ഞാനൊരു കാലാവസ്ഥാ ശാസ്ത്രജ്ഞനായതുകൊണ്ട് അതിൻ്റെ ആൻസർ പറയാൻ പറ്റും. പക്ഷേ ആസ് എ കാലാവസ്ഥാ സയന്റിസ്റ്റ് ഇത് ഫാക്റ്റാണെന്ന് സാർ പറഞ്ഞു. വയനാട്ടുകാർ ഇനി എന്താ ചെയ്യേണ്ടത് സാറിൻ്റെ അഭിപ്രായത്തിൽ? വയനാട്ടിലെ ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു അഡാപ്റ്റീവ് കപ്പാസിറ്റി ഉണ്ട്, ഒരു റെസിലിയൻസ് ഉണ്ട്. അതിന് പറയുന്നത് ലോക്കൽ നോളജ് അല്ലെങ്കിൽ ട്രഡീഷണൽ നോളജ് അല്ലെങ്കിൽ ലോക്കൽ നോളജ്, തദ്ദേശീയമായിട്ടുള്ള അറിവ്, അങ്ങനെ ഒരു ഇൻഡിജിനസ് നോളജ് എന്നൊക്കെ പറയും. ഇതുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തെ നമുക്കിനിയും
അഡ്രസ്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ മുകളിൽ നിന്ന് വരുന്ന ഒരു സിസ്റ്റം ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആൾക്കാരുടെ ഇൻവോൾവ്മെൻ്റ് ഇല്ലാത്ത സൊല്യൂഷൻ ഇനിയും വർക്കൗട്ട് ആവില്ല. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട്ടിൽ 2019 കവലപ്പാറ പുത്തുമല ദുരന്തം ഉണ്ടായത്. അതിനുശേഷം അവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അതിന് ഓൾറെഡി മുമ്പ് തന്നെ വയനാടിനെ സംബന്ധിച്ച് വയനാടിൻ്റെ കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുണ്ട്. വയനാട്ടിൽ മഴ കുറയുമായിരുന്നു എന്നുള്ള ഒരു പ്രശ്നമായിരുന്നു. 2015-16 കാലഘട്ടമൊക്കെ ആയപ്പോഴേക്കും കണ്ടമാനം കിഴക്കൻ പ്രദേശത്ത്, എല്ലായിടത്തും അല്ല, വെസ്റ്റേൺ റീജിയനും ഈസ്റ്റേൺ പാർട്ടിൽ ഉള്ള അവിടെയാണ് കൂടുതലും നെൽവയലുകളും അങ്ങനെയുള്ള കാർഷിക രീതികളുമൊക്കെ നടക്കുന്നത്. അവരൊക്കെ നെൽകൃഷി തന്നെ വയനാട്ടിൽ നിന്ന് അന്യം നിന്ന് പോകുന്ന തരത്തിലേക്ക് കാലാവസ്ഥയിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഒരു ലോക്കൽ അഡാപ്റ്റീവ് കപ്പാസിറ്റി, പിന്നെ നമ്മൾ നനച്ചിരിക്കുന്ന സമയത്ത് അതിതീവ്രമായിട്ടുള്ള മഴ വരുന്ന രീതിയിലേക്ക് കാലാവസ്ഥ മാറി. അപ്പോൾ ഇതിനെ അതോടൊപ്പം തന്നെ 2019 പുത്തുമല കവലപ്പാറ പുത്തുമല ഇവൻ്റ് വന്നു. ഇതിന് ശേഷം ഈ പറഞ്ഞ പോലെ വയനാട്ടിൽ ഈ കർഷകരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് 200ഓളം കർഷകർ ചേർന്ന് അവരോടുള്ള സ്ഥലത്തെ മഴയുടെ അളവ്, താപനിലയുടെ അളവ് അവർ തന്നെ എടുക്കുന്നു. അവർക്ക് തന്നെ ഒരു ലോക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബോധം ഈ മാറുന്ന കാലാവസ്ഥയെ പറ്റിയുള്ള, അതിനനുസരിച്ച് അവരുടെ കാർഷിക രീതികളും അവർ ട്യൂൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഈ എങ്ങനെ മാറുന്ന കാലാവസ്ഥയോടെ എങ്ങനെ അഡാപ്റ്റ് ചെയ്യാം. അപ്പോൾ ലോക്കൽ സൊല്യൂഷനാണത്. വേറെ ആരും എന്താ പറയുന്നത്, ഒരു സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് ഒന്നും ഫണ്ട് കൊണ്ടൊന്നും നടക്കുന്നതല്ല. ലോക്കലി ഡ്രിവൺ അഡാപ്റ്റേഷൻ സ്ട്രാറ്റജീസ്. അപ്പോൾ നമ്മൾ പണ്ടില്ല, ഇപ്പോൾ നമ്മൾ ഓരോ പ്രദേശത്തും ഉള്ള ഈ കൃഷി സമ്പ്രദായങ്ങൾ, ഫോർ എക്സാമ്പിൾ കുട്ടനാടിൽ ബിലോ ഫാമിംഗ് കൃഷി ഒരു അഡാപ്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു നമ്മൾ ലോക്കലി കൊണ്ടുവന്ന ഒരു സിസ്റ്റമാണ്. അത് നെതർലാൻഡ്സിൽ അത് കണ്ടല്ല, നമ്മുടെ ലോക്കലി ഉള്ള ആൾക്കാർ അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്ത സിസ്റ്റമാണ്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ മാറുന്ന കാലാവസ്ഥ, ഓരോ സ്ഥലത്തെയും കൃഷി രീതികൾ മാനേജ് ചെയ്യുന്നത് പാലക്കാട് രീതിയിലായിരിക്കത്തില്ല വയനാട്ടിൽ നെൽ കൃഷി ചെയ്യുന്നത്. അത് ഡിപ്പെൻഡിങ് ഓൺ ദെയർ ക്ലൈമറ്റ് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഈ കർഷകർ തന്നെ ഈ മാറുന്ന കാലാവസ്ഥയുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് പുതിയ തരത്തിലുള്ള വിളകൾ, അതായത് ഷോർട്ട് ടൈമിൽ ഡ്യൂറേഷൻ കുറയുന്ന ക്രോപ്സ്, പിന്നെ അധികം ഇപ്പം ഒരു ഡ്രൗട്ട് കണ്ടീഷനാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നതെങ്കിൽ വെള്ളം അധികം ഉപയോഗിക്കാത്ത തരത്തിലുള്ള വിളകൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കൂടുതൽ ലോക്കലി അഡാപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പം വയനാട്ടിലൊക്കെ അതിൻ്റെ ഒരു രീതിയിൽ കർഷകർക്കൊക്കെ നല്ല ബോധമാണ്. കാരണം അത് ലോക്കലി ഡ്രിവൺ ആയിട്ടുള്ള, ഇതിനാണ് പറയുന്നത് സിറ്റിസൺ സയൻസ് എന്നും. എല്ലാവരും ശാസ്ത്രജ്ഞരാകുകയെന്ന് ഞാൻ പറയുന്നതാണ്. വയനാട്ടിലുള്ള എല്ലാ പഞ്ചായത്തിലുമുള്ള കർഷകർക്കറിയാം അവരുടെ സ്ഥലത്ത് നടക്കുന്ന മഴ എത്ര, അവരുടെ സ്ഥലത്തെ ടെമ്പറേച്ചർ എത്ര, നാളെ എന്തായിരിക്കും, കഴിഞ്ഞത് എന്താണ്, ഇതിനനുസരിച്ച് അവർ അഡാപ്റ്റ് ചെയ്യുന്നു. ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പം മഴമാപ്പിനി വെക്കേണ്ടി വരുമായിരിക്കും. മഴമാപിനികൾ വെക്കണം ലോക്കലി, എല്ലാ പഞ്ചായത്തിലും അല്ലെങ്കിൽ എല്ലാ വാർഡുകളിലും വെക്കേണ്ടി വരും. ഇതെല്ലാം എനിക്ക് തോന്നുന്നു കുറച്ചു നാളുള്ള കഴിയുമ്പോഴത്തേന് എല്ലാ വീടുകളിലും പോലും ഇതൊക്കെ അളക്കുന്ന തരത്തിലേക്ക് ജനങ്ങൾ മാറും. കാരണം കാലാവസ്ഥ അങ്ങനെ അവൻ്റെ വീട്ടിൽ നടക്കുന്ന ഒരു മാറ്റം അവരവർ തന്നെ അറിയാന്നുള്ള ഒരു ഇതുണ്ടല്ലോ. 2019 ഇപ്പം പുത്തുമല അതുപോലെ നിലമ്പൂര് കവളപ്പാറ രണ്ടും കണക്റ്റഡ് ആയിരുന്നു. അതെ, ഒരു ദിവസം തന്നെ ആയിരുന്നു. ഒരു ദിവസം. ഇപ്പൊ ഈ ഉരുൾപൊട്ടൽ ഇനിയും ഉണ്ടാവാൻ സാധ്യതയില്ലേ വയനാട്? നമ്മൾ ഓൾറെഡി തന്നെ എല്ലാ കേരളത്തിലെ പശ്ചിമഘട്ട മേഖലയിലെ ഈ ഇതിൻ്റെ വൾണറബിലിറ്റി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഈ റിസ്ക് മാപ്പൊക്കെ നമ്മൾ, ലാൻഡ് സ്ലൈഡ് സസെപ്റ്റബിലിറ്റി മാപ്പ് നമ്മുടെ പശ്ചിമഘട്ടത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ സ്ലോപ്പ്, ചരിവ്, ഭൂമിയുടെ ചരിവ് ഒരു 20 ഡിഗ്രിക്ക് മുകളിലും, മഴ ഒരു ദിവസം ഒരു 12 സെൻറ്റിമീറ്റർ 120 മില്ലിമീറ്റർ മഴയും ഒരു ദിവസം കിട്ടിക്കഴിഞ്ഞാൽ അത്തരം സ്ഥലങ്ങളൊക്കെ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളതാണ് ഒരു തമ്പ് റൂള്. കണക്ക്. അതായത് പശ്ചിമഘട്ടത്തിലെ ചരിവ് 20 ഡിഗ്രിക്ക് മുകളിലും ഒരു ദിവസം കിട്ടുന്ന മഴ ഒരു 12 സെൻറ്റിമീറ്റർ 120 മില്ലിമീറ്ററിന് മുകളിലുമാണെങ്കിൽ ഈ ചരിവ് കൂടിയ പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള സാധ്യത അതാണ് കണക്ക് കൂടുതലാണ്. അതൊരു തമ്പ് റൂളാണ്. പക്ഷെ എല്ലായിടത്തും ഒരേപോലെ അവിടെയാണ് പ്രാദേശികമായിട്ടുള്ള ഘടകങ്ങൾ വരുന്നത്. പ്രാദേശികമായിട്ട് ഇപ്പം മണ്ണിൻ്റെ ഘടന വ്യത്യസ്തമായിരിക്കും. പ്രാദേശികമായിട്ട് വരുമ്പോഴത്തേന് അവിടുത്തെ റോക്കിൻ്റെ ജിയോമോർഫോളജി കുറച്ച് വ്യത്യസ്തമായിരിക്കും. അവിടുത്തെ അരുവികളുടെ ഡെൻസിറ്റി വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ലോക്കൽ ഫാക്ടേഴ്സും വരും. പക്ഷേ ഒരു തമ്പ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. അപ്പം കൂടുതലും മഴ 2-3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു 20 സെൻറ്റിമീറ്ററിന് മുകളിലൊക്കെയുള്ള മഴ 3 ദിവസം കൊണ്ട് നിൽക്കുന്ന ഒരു മഴ കിട്ടുവാണെങ്കിൽ പൊതുവേ ഇത്തരം വൾണറബിലിറ്റി കൂടിയ സ്ഥലങ്ങളിൽ ഇനിയും അതൊരു തമ്പ് റൂളാണ്. മുണ്ടക്കൈയിൽ ഇത് രണ്ടും സംഭവിച്ചിട്ടുണ്ട്.
ഈ രണ്ട് കണക്കും ക്വാളിഫൈ ചെയ്ത സ്ഥലമാണ് മുണ്ടക്കൈ. അതെ, മുണ്ടക്കൈ മാത്രമല്ല, അന്നത്തെ ദിവസം വടക്കൻ കേരളത്തിൽ പൊതുവെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ, മലപ്പുറം ജില്ലകളിൽ അതിതീവ്രമായിട്ടുള്ള മഴയാണ് ലഭിച്ചത്, ആ ഏരിയ മൊത്തം. പക്ഷെ എന്തുകൊണ്ട് വയനാട് മാത്രം, അല്ലെങ്കിൽ വയനാട്ടിൽ തന്നെ മുണ്ടക്കൈയിൽ ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ പ്രദേശത്തിനും പ്രാദേശികമായിട്ടുള്ള ചില ഘടകങ്ങൾ കൂടി വ്യത്യസ്തമായതുകൊണ്ടാണ് ചില പ്രദേശങ്ങളിൽ അത് കൂടുതൽ. ഇപ്പം അന്നത്തെ ദിവസം തന്നെ കാലിക്കറ്റിൽ, വിലങ്ങാടിലും ഉരുൾപൊട്ടലുണ്ടായി. അതത്ര തീവ്രമായില്ല, ഒരാളും അങ്ങോട്ട് മരിച്ചു, പക്ഷേ വലിയ ഉരുൾപൊട്ടലാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ ഉരുൾപൊട്ടൽ നടന്നുകൊണ്ട് മാത്രമാണ് അത് അധികം ഡിസ്കസ് ചെയ്യാത്തത്. അതേസമയം അവിടെ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പല പ്രദേശങ്ങളും ചെറുതും വലുതുമായിട്ടുള്ള ഉരുൾപൊട്ടൽ അന്നത്തെ ദിവസം നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തീവ്രമാകാനുള്ള കാരണം ആ പ്രത്യേക ഏരിയയുടെ ഫ്രജലിറ്റിയാണ്, ആ ഏരിയയുടെ ദുർബലതാവസ്ഥയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏരിയയിൽ ഓൾറെഡി ഹിസ്റ്റോറിക്കലി ഇവൻ്റ് 1924 പിന്നെ 84 റെക്കോർഡ് ചെയ്യപ്പെട്ട ഉരുൾപൊട്ടലുണ്ടായത്. അതിന് തൊട്ടടുത്താണ് 19 കവലപ്പാറ, പുത്തുമല ഉണ്ടായത്. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ആ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി വൾണറബിൾ ആയിട്ടാണ്. അത് കുറേ സിഗ്നലാണല്ലോ. പിന്നെ നമ്മുടെ ചാലിയാർ പുഴയുടെ ഒരു 25% റെയിൻ വാട്ടർ പൊട്ടൻഷ്യൽ, അവിടുത്തെ ഒരു ഡ്രെയിനേജ് കൂടുതലും ചാലിയാറിലേക്കാണ് വരുന്നത്. 25% ചാലിയാറിൻ്റെ വെള്ളം നിലനിർത്തി പോകുന്നത് ഇവിടെ പെയ്യുന്ന മഴയാണ്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ ഏരിയ എത്രത്തോളം മഴ കിട്ടുന്ന ഏരിയ ആണെന്ന്. കാരണം വയനാടൻ പ്ലേറ്റോ ആണല്ലോ, പ്ലേറ്റോയുടെ വെസ്റ്റേൺ മാർജിനിലാണ്, ഏകദേശം വെസ്റ്റേൺ മാർജിനിലാണ് ഈ സ്ഥലം നിൽക്കുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ ക്ലൗഡ് ഡെവലപ്മെൻറ്റ്, ഓറോഗ്രാഫിക് ആയിട്ടുള്ള ക്ലൗഡ് ഡെവലപ്മെൻറ്റ് നടക്കുന്ന ഈ മാർജിനിലാണ്. അപ്പോൾ അത് കുറച്ച് ഈസ്റ്റിലോട്ട് മാറിയേ മഴ പെയ്യിക്കത്തുള്ളൂ. അപ്പം ആ മഴയാണ് യഥാർത്ഥത്തിൽ ഡ്രെയിൻ ചെയ്ത് നിലമ്പൂരിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് അതും ആ ഏരിയ വളരെ സ്റ്റീപ്പാണ്. അതുകൊണ്ടാണ് വളരെ വേഗത്തിൽ ഭയങ്കര ശക്തിയോടുകൂടി ഈ വെള്ളവും ഉരുളും എല്ലാം, അതിൻ്റെ ഡെബ്രീസും എല്ലാം വളരെ ശക്തിയോടുകൂടിയാണ് ആ സ്ലോപ്പ് കൂടുതലായതുകൊണ്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് സൂചിപ്പാറ വാട്ടർഫാൾ. അപ്പം ഇതെല്ലാം ഒരു പ്രദേശത്തിൻ്റെ വൾണറബിലിറ്റിയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളും അതിനെ രൂക്ഷമാക്കുന്ന ഘടകങ്ങളുമാണ്. 120 മില്ലിമീറ്റർ മഴ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വൾണറബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ മാറി താമസിക്കണോ? എന്താ ഇതിൻ്റെ സൊല്യൂഷൻ? അല്ല, അവിടെയാണ് നമ്മൾ ലോക്കൽ നോളജൂടെ അതിനോട് ബ്ലെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ സംഭവിച്ചത് ഈ ഒരു സിസ്റ്റത്തിലൂടെ മഴ അളക്കുന്നുണ്ട്. വയനാടിൻ്റെ പടിഞ്ഞാറൻ മേഖല, മൂപ്പനാട്, മേപ്പാടി, വൈത്തിരി തുടങ്ങി അങ്ങ് തിരുനെല്ലി, വടക്കം തിരുനെല്ലി വരെ ഉള്ള മേഖലയിൽ ഈ ഉരുൾപൊട്ടലിനുള്ള സാധ്യതയുണ്ട്. അവിടെ എല്ലാം ഇപ്പോൾ റെയിൻ ഗേജ് സ്റ്റേഷൻസ്, ഈ ഫാർമേഴ്സ് ഗ്രൂപ്പ് ഉണ്ട്, ഫാർമേഴ്സ് റെയിൻ എടുക്കുന്നത്. അപ്പോൾ അതിലെല്ലാം 5 ദിവസമായിട്ട് അതിന് മുമ്പത്തെ 5 ദിവസമായിട്ട് ഏകദേശം 90-95 സെൻറ്റിമീറ്റർ, 2 ദിവസം 48 മണിക്കൂർ 57 സെൻറ്റിമീറ്റർ മഴ കിട്ടിയിട്ടുണ്ട്. ഇത് കിട്ടിയാൽ തന്നെ ഒരു പ്രഡിക്ഷനും വേണ്ട, ഉരുൾപൊട്ടലിനുള്ള സാഹചര്യമുള്ള സ്ഥലങ്ങളിൽ സാധ്യതയെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് കുറേ ഇൻഡിക്കേഷൻ ലോക്കലി കിട്ടും. ഇപ്പം അന്ന് തന്നെ അവിടെ ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് തന്നെ ഒരു പ്രഡിക്ഷനും ഇല്ലാതെ ചില ആൾക്കാർ ഈ സ്ട്രീമിൽ, അവിടെ സ്ട്രീം ഡെൻസിറ്റി അവിടെ കൂടുതലാണ്. ഏറ്റവും കൂടുതൽ ആ സ്ട്രീമിൽ എവിടെയെങ്കിലും മലവെള്ളപ്പാച്ചിൽ അല്ലെങ്കിൽ ഉരുൾ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ട്രീമിൽ ആദ്യമേ അത് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ആൾക്കാർ അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് ഒരാൾ വെള്ളം കലങ്ങി വരുന്നുണ്ട്, ഇതിന് എവിടെയോ പൊട്ടിയിട്ടുണ്ട്, ഇനിയും പൊട്ടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ലോക്കൽ നോളജ്. അപ്പോൾ ഈ രണ്ട് സാധനം കൂടെ മെർജ് ചെയ്യുമ്പോൾ നമുക്ക് എഫിഷ്യൻ്റായിട്ട് ലോക്കലി നമുക്ക് അതിന് ആക്ഷൻ എടുക്കാൻ പറ്റും. മനസ്സിലായല്ലേ? ഇതിന്റെ സയൻസ്, ഉരുൾപൊട്ടലിന്റെ സയൻസ് എന്തെങ്കിലും ഉണ്ടോ? ഇത് ഇങ്ങനെ വെള്ളം കലങ്ങി വരുന്ന അല്ലാതെ വേറെ മനസ്സിലാക്കാൻ? അല്ല, അതാണ് നമ്മൾ ഈ സയന്റിഫിക്കായിട്ടാണ് ഈ പറഞ്ഞ പോലെ ഇതിന്റെ സാധ്യതാ ഭൂപടം ഉണ്ടാക്കുന്നത്. മൃഗങ്ങൾ കൂട്ടായിട്ട് മാറി പോവും, മല കയറിപ്പോവും, ആനകൾ കൂട്ടായിട്ട് പോകുന്നൊക്കെ പറഞ്ഞാൽ കാണാം. അത് കാരണം ഈ കാലാവസ്ഥ അല്ലെങ്കിൽ പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റം ഏറ്റവും ആദ്യം സെൻസ് ചെയ്യാനുള്ള ഒരു കഴിവ് പൊതുവെ മൃഗങ്ങൾക്കുണ്ടെന്നാണ് പറയുന്നത്. ഞാനൊരു എന്താ പറയുക, അറ്റ്മോസ്ഫിയർ സയൻറ്റിസ്റ്റ് ആയതുകൊണ്ട് അതിൻ്റെ അഭിപ്രായം പറയുന്നില്ല. പക്ഷേ അതർവൈസ് എൻ്റെ ഒരു ലിമിറ്റഡ് നോളജ് വെച്ചിട്ട് മൃഗങ്ങൾക്ക് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ വേഗം സെൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ചൂരൽമലയും മുണ്ടക്കൈ എടുക്കുകയാണെങ്കിൽ അത്രയും മനോഹരമായിട്ടുള്ള പ്രദേശമാണ്. ചെറിയ അരുവിയും കണ്ടാൽ ഒരിക്കലും പറയാൻ പറ്റില്ല. ഒറ്റ രാത്രി കൊണ്ട് അത് കേരളത്തിലെ ഏറ്റവും വലിയ നാച്ചുറൽ ഡിസാസ്റ്ററായി മാറി. അങ്ങനെ ഒരു സംഭവം ആരും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ ഉരുൾപൊട്ടൽ? ഞാൻ പറഞ്ഞില്ലേ, ഉരുൾപൊട്ടൽ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള മഴ വെച്ചല്ലാതെ നമുക്ക് വേറെ സിസ്റ്റംസ് ഉണ്ടോ? ഉണ്ട്. ഉരുൾപൊട്ടൽ പ്രെഡിക്റ്റ് ചെയ്യാൻ 2 തരത്തിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. ഉരുൾപൊട്ടൽ പ്രെഡിക്റ്റ് ചെയ്യാൻ ഒന്നാമത്തേന്ന് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തിൻ്റെയും വൾണറബിലിറ്റി ഐഡൻറ്റിഫൈ ചെയ്യുന്ന മാപ്പുണ്ട്. അതിൽ പ്രധാനമായിട്ട് വരുന്നത് ഭൂമിയുടെ ചരിവ്.
എത്രത്തോളം ചരിവാണ്, അതാണ് പ്രധാന ഘടകം. 2 അവിടുത്തെ മണ്ണിൻ്റെ ഘടന, ഇതൊക്കെ നമുക്ക് നേരത്തെ തന്നെ മെഷർ ചെയ്യാം. ഇപ്പം ചില സ്ഥലത്ത് മേൽമണ്ണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള മണ്ണായിരിക്കും, ലാറ്ററൈറ്റ് ആയിരിക്കും. അടിയിൽ ദ്രവീകരണം സംഭവിച്ച ഈ ചാർണോക്കൈറ്റും ഒക്കെ ദ്രവീകരിച്ചുണ്ടാകുന്ന പരല് പോലുള്ള മണ്ണായിരിക്കും ചില സ്ഥലത്ത്. പരല് പോലുള്ള മണ്ണും ഈ ലാറ്ററൈറ്റും തമ്മിലുള്ള ഇപ്പം അല്ലെങ്കിൽ ജൈവാംശം കൂടിയ കളിമണ്ണും ഒക്കെ ആണെങ്കിൽ രണ്ടും ആഗിരണം ചെയ്യുന്ന വെള്ളത്തിൻ്റെ അളവ് വ്യത്യസ്തമാണ്. തരികളുള്ള അല്ലെങ്കിൽ പോറോസിറ്റി കൂടുതലുള്ള മണലാണെങ്കിൽ കൂടുതൽ വെള്ളത്തെ ആഗിരണം ചെയ്യും. ഇപ്പം ഒരു 3 മീറ്റർ ഡെപ്തുള്ള മണ്ണ് ഒരു സ്ഥലത്ത് ഒരു ടൈപ്പിലുള്ള പോറോസിറ്റി കുറഞ്ഞ മണ്ണും ഒരു സ്ഥലത്ത് പോറോസിറ്റി കൂടിയ മണ്ണുമാണെങ്കിൽ പോറോസിറ്റി കൂടിയ മണ്ണ് സാച്ചുറേറ്റ് ആകാൻ കൂടുതൽ സമയമെടുക്കും. ആ കൂടുതൽ സമയം എടുക്കുന്നതിനനുസരിച്ച് കൂടുതൽ വെള്ളമാണ് ഇതിലേക്ക് വരുന്നത്. മറ്റേടത്ത് ചിലപ്പോൾ ഇതിന് മുമ്പേ സാച്ചുറേറ്റഡ് ആകും, അതുകൊണ്ട് നേരത്തെ തന്നെ അവിടെ സ്ലൈഡ് ഉണ്ടാകും. ഇവിടെ സമയം എടുത്തേ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ സമയം എടുക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ, ഇതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കൂടാനുള്ള സാധ്യതയാണ്. അപ്പോൾ അങ്ങനത്തെ സംഭവമാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രീം ഡെൻസിറ്റി. മുമ്പേ പറഞ്ഞ ഒരു പ്രദേശത്തിൻ്റെ ലാൻഡ് സ്ലൈഡ് കൂട്ടാനുള്ള പ്രധാന കാരണം നമ്മൾ ഫസ്റ്റ് ഓർഡർ സ്ട്രീം എന്ന് പറയും. അത് മഴക്കാലത്ത് മാത്രമേ ചിലപ്പം വിസിബിൾ ആകത്തുള്ളൂ. വയനാടിനെയൊക്കെ സംബന്ധിച്ച് നമുക്കറിയാം, കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് മഴ കുറയുന്ന ഒരു പാറ്റേണുണ്ട്. അപ്പം പൊതുവേ മഴക്കാലത്ത് മാത്രം സജീവമാകുന്ന ഇത്തരം ഫസ്റ്റ് ഓർഡർ സ്ട്രീംസ് ഓവർ ദി ഇയേഴ്സ് ആൾക്കാർ അവിടെ ഒന്നും നീർച്ചാറ് ഉറവയൊന്നും ഇല്ലാത്തെന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തും. ബ്ലോക്ക് ചെയ്യുവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൺസ്ട്രക്ഷനൊക്കെ വരുത്തി അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരുക്കണം. പക്ഷേ പിന്നീടൊരു മഴ കിട്ടുമ്പം ഇറ്റ് വിൽ ഒറിജിനേറ്റ് ബേസ്ഡ് ഓൺ ദാറ്റ്. ആ ഒരു ടെറൈൻ്റെ സ്ലോപ്പ് വെച്ചിട്ട് അത് വീണ്ടും റീജനറേറ്റ് ചെയ്യപ്പെടും. റീജനറേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അതിനെ പൊട്ടിച്ച് വരാനത് ശ്രമിക്കും. അപ്പോൾ ഇങ്ങനത്തെ പല ഇപ്പോൾ സ്ട്രീം ഡെൻസിറ്റിയും അവിടെ കൂടുതലാണ്. മേപ്പാടിയെ സംബന്ധിച്ച് സ്ട്രീം ഡെൻസിറ്റി, ഇത്തരം നീരുറവകളുടെ സാന്നിധ്യം വളരെ കൂടുതൽ. കാരണം എന്ന് വെച്ചാൽ അവിടെ കൂടുതൽ മഴ കിട്ടുന്നത് കൊണ്ടാണ്. പിന്നെ ഫോറസ്റ്റ് ഫ്രാഗ്മെൻറ്റേഷൻ, ഈ പ്ലാന്റേഷൻ ഓവർ. കലാമിറ്റി ഉരുൾപൊട്ടൽ ഉൾവനത്തിലാണ് നടന്നതെങ്കിലും ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടായത് 8 കിലോമീറ്റർ വഴി താഴെയാണ്. അവിടെ വലിയ ഹൈറ്റ് ഒന്നും, അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് ഇല്ലാത്ത പ്രദേശങ്ങൾ പോലും അങ്ങനെയുള്ള സമയത്ത് വൾണറബിൾ ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും ഉയരം കൂടണമെന്ന ഭാഗത്തായിരിക്കത്തില്ല ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാകുന്നത്. ചിലപ്പോൾ ഇതിൻ്റെ അത് നമ്മൾ ഈ സ്റ്റീപ്പായതുകൊണ്ട് കൂടുതൽ ഡെബ്രീസ് ഓവർ ദി ഇയേഴ്സ് ഇവിടെ കുറേ ലാൻഡ് സ്ലൈഡുകൾ ഉണ്ടായിട്ടുണ്ടാകും. അത് കാരണം ഓൾറെഡി തന്നെ ലാൻഡ് നാച്ചുറലായിട്ട് തന്നെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അപ്പോൾ ആ ഒരു വൾണറബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇത് ഒരു സമയത്ത് ഇത് ഉണ്ടാകുന്ന സമയത്ത് ആ ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്ന മണ്ണും കല്ലും എല്ലാം കൂടെ ഇതിനകത്തിലേക്ക് ചാലിലേക്ക് വരും, ഇതിൻ്റെ ഫ്ലോ വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഫ്ലോയുടെ വെലോസിറ്റിയും കൂടും, അതിൻ്റെ മാസും കൂടും, അതിനനുസരിച്ച് അതിൻ്റെ ഡാമേജ് പൊട്ടൻഷ്യലും കൂടും. അപ്പോൾ ഇതെല്ലാം കൂടെ താഴേക്ക് ഒഴുകി ഇത്രയും സ്പീഡിൽ ഒഴുകി വന്ന് ഇത്രയും മാസോടുകൂടി ഒഴുകി വന്നിട്ടാണ് ബാക്കിയുള്ള ഡാമേജുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊരു ലാൻഡ് സ്ലൈഡ് പ്ലസ് ഒരു ഫ്ലാഷ് ഫ്ലഡിൻ്റെ ഒരു പ്രശ്നമായിരുന്നു വയനാട്ടിൽ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എല്ലാ പ്രദേശങ്ങൾക്കും ഇതുപോലത്തെ നമ്മൾ ലാൻഡ് സ്ലൈഡ് മാത്രം കണ്ടാൽ പോരാ, അതിന് താഴെയുള്ള ഡൗൺ സ്ട്രീമിലുള്ള ആൾക്കാരെയും കൂടെ നമ്മൾ മുന്നിൽ കാണണമെന്നുള്ളതാണ്. ആ ഏരിയയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. അത് ഒഴുകി വരുന്ന പാതയും കൂടെ നമ്മൾ മനസ്സിലാക്കണം. സാർ തമ്പ്രൂള് പറഞ്ഞു ലാൻഡ് സ്ലൈഡിൻ്റെ, അങ്ങനെ തമ്പ്രൂള് വെച്ച് നോക്കുമ്പം ഓൾറെഡി എഫക്റ്റ് ആവാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങൾ നമുക്ക് അറിയാം. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയോ, അതോ സയന്റിഫിക് കമ്മ്യൂണിറ്റിക്ക് മാത്രമേ? അല്ല, അത്തരം മാപ്പുകൾ ഈ മാപ്പ് എവിടെയുള്ളത്? പല പഠനങ്ങൾ ഈ മാപ്പ് ഈ ജനങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കൊടുക്കേണ്ടത് ഏജൻസി ഒരു മാപ്പ് കൊടുക്കുന്നത് 2010 ഉണ്ടാക്കിയതാണ്. പക്ഷേ അതിനുശേഷം ഒത്തിരി ശാസ്ത്ര സ്ഥാപനങ്ങൾ ഇത്തരം മാപ്പുകൾ പലതരത്തിൽ ഈ AML ടെക്നിക്കൊക്കെ വെച്ചിട്ട് കുഫോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ISRO പുതിയ അപ്ഡേറ്റഡ് മാപ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. വേറെ ഒത്തിരി ശാസ്ത്ര സ്ഥാപനങ്ങൾ IIT ഡൽഹി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങൾ പുതിയ മാപ്പുകൾ, അപ്ഡേറ്റഡ് മാപ്പുകളായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ആ മാപ്പുകൾ അത് സ്റ്റാറ്റിക് ആയിട്ട് വെക്കാൻ പാടില്ല. അത് ഓരോ വർഷത്തിനനുസരിച്ച് അല്ലെങ്കിൽ 5 വർഷം കൂടുമ്പോഴൊക്കെ ലാൻഡ് യൂസ് മാറുന്നതിനനുസരിച്ച് ഇതിൻ്റെ വൾണറബിലിറ്റി കൂടും. അപ്പോൾ ഇതിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത്തരം വൾണറബിലിറ്റി കൂടിയ പ്രദേശങ്ങൾ ആ മാപ്പ് വെച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ മുണ്ടകൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്പ്രൂളായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം അവിടെ ഹൈലി സസെപ്റ്റബിൾ ആയിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ അവിടെ ഈ ഒരു റെയിൻഫാൾ ബേസ്ഡ് ത്രഷോൾഡ് റെയിൻ ഇൻറ്റൻസിറ്റി തമ്പ്രൂൾ വെച്ചിട്ട് ഇത്ര സെൻറ്റിമീറ്റർ കൂടിക്കഴിഞ്ഞാൽ ഉരുൾപൊട്ടലുള്ള സാധ്യത ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കിയല്ലോ. അതൊരു എന്താ പറയുന്നത്, ഒരു ക്രൂഡ് ആയിട്ടുള്ള പ്രഡിക്ഷനാണ്. അത് വെച്ചുള്ള പ്രഡിക്ഷൻ ചിലപ്പോൾ ഉണ്ടാകാം, ചിലപ്പോൾ ഉണ്ടാകാതിരിക്കാം. ഈ 5 ദിവസം മഴ പെയ്തിട്ട് ഒറ്റ ദിവസം മഴ നിന്ന് കഴിഞ്ഞാൽ ഉരുൾപൊട്ടൽ ഉണ്ടാകത്തില്ല. പിറ്റേ ദിവസം കൂടെ മഴ പെയ്താൽ മാത്രമേ അല്ലെ അതിങ്ങ് ഡ്രെയിൻ ചെയ്ത് പോകും നോർമലായിട്ട്, അല്ലെ. അപ്പം അവിടെ അത്തരം പ്രദേശങ്ങൾ കണ്ടെത്തി കൂടുതലും സ്പെസിഫിക് ആയിട്ടുള്ള വയർലെസ് സെൻസറുകളുണ്ട്. സെൻസർ നെറ്റ്വർക്ക് എന്ന് പറയാം, IoT ബേസ്ഡ്.
ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്ന ബേസ് ചെയ്തിട്ടുള്ള ഈ വയർലെസ് സെൻസർ ബേസിട്ടുള്ള സെൻസറുണ്ട്. അതിൽ റെയിൻഫാൾ മെഷർ ചെയ്യാൻ പറ്റും, സോയിൽ മോയ്സ്ചർ, സോയിലിലെ ജലം പൂരിതമാകുന്നതാണല്ലോ ഒരു പ്രധാന ഘടകം, സോയിൽ മോയ്സ്ചർ, അതുവഴി ഉണ്ടാകുന്ന പോറിൻ്റെ പ്രഷർ, പോർ വാട്ടർ പ്രഷർ, അത് മെഷർ ചെയ്യുന്ന പീസോമീറ്റർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. പിന്നീട് ഈ ചെറിയൊരു ഡിസ്റ്റർബൻസ് ഈ ലാൻഡിലുണ്ടാകുന്ന മെഷർ ചെയ്യുന്ന എക്സ്റ്റെൻസോമീറ്റർ, ആക്സിലറോമീറ്റർ എന്നൊക്കെ പറയുന്ന സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇത്തരം ഹൈലി വൾണറബിൾ ആയിട്ടുള്ള ഏരിയയിൽ നമ്മൾ ആ ക്രൂഡ് മെഷർമെൻറ്റ് മാത്രം കൊണ്ട് നടക്കത്തില്ല. അവിടെ അത്തരം സ്ഥലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഇത്തരം ഈ സെൻസറുകളിലൂടെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് എക്സാക്റ്റായിട്ട് ഒരു ഒരു ആക്ഷനബിൾ ആയിട്ടുള്ള വാണിംഗ് ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഇതാണ് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത്. ഇതാണ് നമുക്ക് ചെയ്യാൻ ഈ പറഞ്ഞ. പിന്നെ അവിടുന്ന് മാക്സിമം അത്തരമുള്ള വൾണറബിലിറ്റി ഉള്ള സ്ഥലത്തു നിന്ന് ആൾക്കാരെ അങ്ങനെ മാറ്റാൻ പറ്റുമോ? ഓൾറെഡി നമ്മളൊരു മാപ്പ് ഉണ്ടെങ്കിൽ വയനാട്ടിൽ അങ്ങനത്തെ ഈ ഇന്ന സ്ഥലങ്ങളാണെന്ന് നമുക്ക് അറിയാമെങ്കിൽ ഇനി മാറ്റാനുള്ള പരിപാടികൾ മാറ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ഹെൽക്കൂലിയൻ ടാസ്ക്കാണ്. കാരണം ഇത്തരം വൾണറബിൾ ആയിട്ടുള്ള ഏരിയയിൽ ആൾക്കാർ പോയി താമസിക്കുന്നത്, സെറ്റിൽ ചെയ്യുന്നതൊന്നും ഒരു അതൊരു സോഷ്യോ എക്കണോമിക് ആംഗിളിലൂടെയും കൂടെ നമ്മൾ കാണണം. ഇത്തരം എന്താ പറയുന്നത്, ദുർബലമായ പ്രദേശത്ത് ആൾക്കാർ പോയി താമസിക്കേണ്ട സാഹചര്യം എങ്ങനെ ഉണ്ടാകുന്നു, അത് അഡ്രസ്സ് ചെയ്യാതെ നമ്മൾ അവരെ മാറ്റാനൊന്നും പറ്റില്ല. വയനാട്ടിൽ ഇങ്ങനത്തെ എത്ര സ്പോട്ടുകൾ ഉണ്ടാവും സാറിൻ്റെ അഭിപ്രായത്തിൽ? അല്ല, വയനാട്ടിൽ അങ്ങനെ സ്പോട്ടിനേക്കാളിലും കൂടുതൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വയനാടിൻ്റെ പടിഞ്ഞാറൻ മേഖലയിലെ ഒരു 25% ഏരിയയും ഇത്തരം വൾണറബിലിറ്റി കൂടുതലുള്ള ഏരിയയാണ്. പടിഞ്ഞാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയും വയനാട് ഈ മലപ്പുറം ജില്ലയും കണ്ണൂർ ജില്ലയുമായിട്ട് ഏരിയ പങ്കിടുന്ന മൂപ്പനാട്, മേപ്പാടി, വൈത്തിരി, തോണ്ടർനാട്, വെള്ളമുണ്ട, തിരുനെല്ലി എന്ന് പറഞ്ഞാൽ അവിടെ വരെയുള്ള പടിഞ്ഞാറൻ ജില്ലകൾ, പഞ്ചായത്തുകൾ ഹൈലി വൾണറബിൾ. പക്ഷേ സസെപ്റ്റബിലിറ്റി, വൾണറബിലിറ്റി കൂടുതൽ പറഞ്ഞ പോലെ സ്ട്രീമുകളുടെ ഡെൻസിറ്റി കൂടുന്ന സ്ഥലം, മണ്ണിൻ്റെ ഘടന, ഇതൊക്കെ വ്യത്യസ്തമായിരിക്കും. പക്ഷേ അതർവൈസ് ഒരു 25% ഓഫ് വെസ്റ്റേൺ മാർജിൻ എന്ന് പറഞ്ഞാൽ ഹൈലി വൾണറബിൾ ആണ്. പക്ഷേ ഓരോ പ്രദേശത്തിൻ്റെയും വൾണറബിലിറ്റി ഡിപ്പെൻഡിങ് ഓൺ പ്രാദേശികമായിട്ടുള്ള ഘടകങ്ങളോട് ചേർന്നായിരിക്കും. അത് നോക്കിയിട്ടാണ് നമ്മൾ ആക്ഷനിലേക്ക്. എൻ്റെ ഒരു സംശയം, ഈ ഉരുൾപൊട്ടൽ മിക്കവാറും രാത്രി ആയിരിക്കും ഉണ്ടാകുന്നത്, അതെങ്ങനെയാണ് സംഭവം? അല്ല, അതുകൊണ്ടാണ് ഈ ഡാമേജ് കൂടുതൽ കൂടുന്നത്. ഇപ്പം 2021 കുട്ടിക്കൽ കൊക്കയാറിലുണ്ടായത് പകലാണ്, രാവിലെ 8:30-ക്കാണ്. അതുകൊണ്ടാണ് അവിടെ ഡാമേജ് അധികം ഉണ്ടാകുന്നത്. അതേസമയം 20 പെട്ടുമുടിയിലുണ്ടായി, രാത്രിയിലാണ്. കവലപ്പാറ, പുത്തുമല രാത്രിയിലാണ്, ഏർലി നൈറ്റാണ്, മീൻസ് ലേറ്റ് നൈറ്റ് ഏർലി മോർണിംഗ് ആണ്. അപ്പം ഈ മഴ ഇങ്ങനെ കൂടിക്കൂടി വന്ന് ഇൻറ്റൻസിഫൈ ചെയ്യുന്ന സമയം അതായിരിക്കും, വെളുപ്പാങ്കാലത്താവും, രാത്രിയല്ലേ വെളുപ്പാങ്കാലത്തായിരിക്കും. മൺസൂൺ സമയത്ത് ഈ ടുവേഡ്സ് ലേറ്റ് നൈറ്റ്, ഒരു ഏർലി മോർണിംഗ് ആണ് മഴ കൂടുതൽ ഇൻറ്റൻസിഫൈ ചെയ്യുന്ന സമയം. അതിന് സയൻറ്റിഫിക്കായിട്ട് ആ ഒരു ഇതേ പറയാനുള്ളൂ. രാത്രിയിൽ ഉണ്ടാകാനുള്ള കാരണം മഴ കൂടുതലും ഇൻറ്റൻസിഫൈ ചെയ്യുന്ന സമയം അതായതുകൊണ്ടാണ്. ഇപ്പോൾ ഉരുൾപൊട്ടൽ ഇനിയും ഉണ്ടായേക്കാം, അതിന് സൊല്യൂഷൻ ഇതാണ്, അല്ലെങ്കിൽ നമ്മൾ സെൻസിറ്റൈസ് ചെയ്യുക. ഇത്തരം ഇൻഡിക്കേഷൻസ് ഒക്കെ കുറേയൊക്കെ കാണിക്കും. ഈ പറഞ്ഞ പോലെ മൃഗങ്ങളുടെ അല്ലെങ്കിൽ അരുവികളിൽ അതിൻ്റെ ഇൻഡിക്കേഷൻ കാണിക്കും. പിന്നെ ഈ സെൻസർ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡിക്കേഷൻസ് നമുക്ക് സയൻറ്റിഫിക്കായിട്ട് മെഷർ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടൊരു ആക്ഷനബിളിലേക്ക് പ്രാദേശികമായിട്ടുള്ള ജനങ്ങളെ എക്വിപ്പ് ചെയ്ത് അവരെ ആ രീതിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. മഴ അലേർട്ട് പോലെ ഉരുൾപൊട്ടൽ സാധ്യത അലേർട്ടും സ്ഥലങ്ങൾക്കനുസരിച്ച് കൊടുക്കേണ്ടി വരുമായിരിക്കും. അതെ, അത് ടാർഗറ്റഡ് ആയിരിക്കണം. ഈ 12 സെൻറ്റിമീറ്റർ മഴ വരുന്നു, 25% സ്ഥലത്തു നിന്നും ആൾക്കാർ മാറിയോ എന്ന് പറയുന്നതൊക്കെ ഒന്നും പ്രാക്ടിക്കലായിരിക്കത്തില്ല. പക്ഷേ അത് ഒരു എന്താ പറയുക, ഒരു അതിന് വൾണറബിളായിട്ടുള്ള ടാർഗറ്റ് ഗ്രൂപ്പിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവരെ ടാർഗറ്റഡ് ആയിട്ടുള്ള വാർണിങ്സ് ആണ് പറയുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഓറഞ്ച് അലർട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എല്ലാ പ്രദേശത്തും ഒരേ രീതിയിലല്ല ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലേക്ക് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ വെള്ളക്കെട്ടുണ്ടായപ്പം രാവിലെ നമ്മൾ ജോലിക്ക് പോകും, തിരിച്ചു വരുമ്പോൾ നമ്മൾ പോയ റോഡൊക്കെ വെച്ചപ്പോൾ വെള്ളം കയറിയിട്ടുണ്ടാവും, വെള്ളക്കെട്ടായിട്ടുണ്ടാവും. നമ്മൾ വിചാരിക്കും ഇത് അതോറിറ്റീസ് നോക്കിക്കോളെന്ന് വിചാരിക്കും. പക്ഷെ പിന്നെയാണ് നമുക്ക് മനസ്സിലായത് ആർക്കും പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ല. വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ഇതെന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുന്നത്. നമ്മൾ വന്നു കഴിഞ്ഞിട്ട് ചിലപ്പം ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്ന് കര കയറും, അതൊക്കെ ചെയ്യും. പക്ഷെ ഇത് വരാതെ നോക്കാൻ മാനേജ്മെന്റ് സിസ്റ്റം എന്താ ചെയ്യേണ്ടത് മൊത്തത്തിൽ? കാലാവസ്ഥ മാറ്റത്തിന്റെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കാലാവസ്ഥാ മാറ്റം പ്രത്യേകിച്ചും പ്രാദേശികമായിട്ട് പ്രശ്നങ്ങൾ കൂടുന്ന ഒരു പശ്ചാത്തലത്തിൽ പ്രാദേശികമായിട്ടുള്ള ജനസമൂഹത്തെ ശാക്തീകരിക്കുക, അവർക്കതിനുള്ള കേപ്പബിലിറ്റി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പം നടക്കുന്ന മുകളിൽ നിന്ന് താഴോട്ടുള്ള ഒരു പ്രവർത്തന ശൈലിയാണ്. അത് മാറിയിട്ട് പ്രാദേശികമായിട്ട് ജനങ്ങൾ
ഓരോ ജനങ്ങൾക്കും അവെയർ ആകണം. മീൻസ് അവർ എത്രത്തോളം വൾണറബിളാണ്, അവർക്ക് എത്രത്തോളം ഇത്തരം ഹസാർഡുകളോട് എക്സ്പോസ്ഡ് ആണ്. അതൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ ഇനി ഇതൊരു ഇൻഡിവിജ്വൽ ലെവലിൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് മാത്രമേ നമുക്ക് ഇതിനെ ഫേസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയുടെ അഡാപ്റ്റേഷൻ കപ്പാസിറ്റി കൂട്ടുക, അതായത് ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റുന്നത്. ഈ അതോറിറ്റീസിനും അല്ലെങ്കിൽ ഗവൺമെൻറ്റിനും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഇത്തരം വൾണറബിലിറ്റി ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിൻ്റെ അഡാപ്റ്റീവ് കപ്പാസിറ്റി കൂട്ടിക്കൊണ്ട് അവരൊക്കെ എങ്ങനെ അതിനെന്തെല്ലാം മാർഗ്ഗങ്ങളിലൂടെ ചെയ്യാമെന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അത് ഓരോ ഇൻഡിവിജ്വൽ ലെവലിൽ പോലും ഒരു പക്ഷേ ഈ സ്ട്രാറ്റജീസ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടി വരും. കാലാവസ്ഥ എന്തായാലും മാറി, ഇനി നമ്മൾ മാറിയേ പറ്റൂ. അതെ, അതിനോടൊപ്പം ജീവിച്ചേ പറ്റൂ. അതിനനുസരിച്ച് നമ്മുടെ ജീവിത ശൈലിയും മാറിയേ പറ്റൂ. കാലാവസ്ഥയുടെ അവസ്ഥ അനുസരിച്ച് നമ്മൾ ഡെയിലി പ്ലാൻ ചെയ്യേണ്ടി ഓരോ ദിവസത്തെയും ഇവോൾവിങ് സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ നമ്മുടെ ഡേ പ്ലാൻ ചെയ്യേണ്ടി വരും. സൂപ്പർ, താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. താങ്ക് യു.